സ്നേഹോഷ്മളമായ ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പ്രഥമമായ വിദ്യാഭ്യാസ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. 1924 ഒക്ടോബർ 22 അമേരിക്കയിലെ കാലിഫോർണിയയിൽ സാന്താനയിലുള്ള YMCAയിലെ ക്രാന്തദർശിയായ ഡോക്ടർ റാൽഫ് സി സ്മെഡ്ലി എന്ന മഹത് വ്യക്തി തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനയാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് കീഴിൽ ഇന്ന് 3,58,000 പരം അംഗങ്ങളും 16,800-ൽ ക്ലബ്ബുകളും 143 പരം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അംഗങ്ങളുടെ ആശയവിനിമയവും ശേഷിയും നേതൃപാഠവും വികസിപ്പിക്കുന്നതായി ക്രിയാത്മകമായ അന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിന് കൊണ്ട് അംഗങ്ങളുടെ ആത്മവിശ്വാസമുള്ളും മാറ്റുക എന്നതാണ് ഓരോ ക്ലബിന്റെയും ലക്ഷ്യം. യോഗത്തിന്റെ സുമുഖമായ നടത്തിപ്പിനായി ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ഏവരും പാലിക്കുന്നതായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രഭാഷണത്തിൽ പിന്നെ മത, രാഷ്ട്രീയ, ലൈംഗിക പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു സമയം ഒരാൾ മാത്രം സംസാരിക്കുവാൻ, ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന പ്രഭാഷകരെ ഹർഷാരവത്തോടെ സ്വസ്വാഗതം ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിശബ്ദമാക്കുവാൻ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ആവേശകരവും ഊർജസ്വരവുമായ ഒരു യോഗത്തിനെ നാടികുറിക്കുവാൻ പ്രസരിപ്പും പ്രഗത്ഭവുമായ ഒത്തിണങ്ങിയ നമ്മുടെ അധ്യക്ഷനെ ഹർഷാരവത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ ജോർജ് മെലഡൻ. വളരെ നന്ദി അതിവിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ ഡോൺ അശോകൻ. ഈ യോഗത്തെ അതിമനോഹരമായിട്ട് തന്നെ ഒരു തുടക്കം കുറിച്ചതിന്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഡോൺ അശോകൻ ഇത്രയും കഷ്ടപ്പെട്ട് മലയാളത്തില് നമുക്കൊരു അഭിസംബോധന, ഒരു തുടക്കം കുറിച്ചത് എങ്ങനെയാണെന്ന്. ഇത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇന്നത്തെ സർജന്റ് ടാം അതല്ലെങ്കിൽ ഈ യോഗം തുടങ്ങുവാനായിട്ട് ഏൽപ്പിച്ചപ്പോൾ തന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. ഒരു പ്രവാസി മലയാളിയുടെ ഏകദേശ രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും. പ്രവാസി മലയാളി എത്രത്തോളം മലയാള ഭാഷയെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒമാനിൽ സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്ന ഒരു പ്രഗത്ഭ വ്യക്തിയാണ് അതിവിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ ഡോൺ അശോകൻ. മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, മലയാള ഭാഷ പഠിക്കണം, അത് മുന്നേറണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിന്. നല്ലൊരു കരഘോഷത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ് ഒരു പ്രത്യേക ഗ്രൂപ്പ് അല്ല. ഏറെ ലോകത്ത് അന്തർദേശീയ ടോസ്റ്റ് മാസ്റ്റർ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അതല്ലെങ്കിൽ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന മലയാളികളെ ഏകോപിപ്പിക്കുക, അത് അവർക്ക് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിൽ നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ നേതൃത്വ പാഠവും അതുപോലെ ഭാഷയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് വളരുവാനുള്ള കഴിവും വളർത്തിയെടുക്കുവാനായിട്ട്
ഏറെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വേദിയാക്കി മാറ്റുക എന്നുള്ളതാണ് ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ് ആഗ്രഹിക്കുന്നത്. ഇന്ന് 2019 എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രധാനമായിട്ട് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, ബഹ്റൈൻ, ഇന്ത്യ, കുവൈറ്റ്, USA എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് 2019 തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ എല്ലാ വർഷവും ഒരു അന്തർദേശീയ പ്രസംഗ മത്സരം, അതല്ലെങ്കിൽ ഒരു പ്രസംഗ മത്സരം നടത്തിക്കൊണ്ട് എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ 2020 കൊറോണയുടെ വർഷമായതുകൊണ്ട് അത് സാധിച്ചിട്ടില്ല. 2021 UAE ആണ് അതിന് നേതൃത്വം നൽകിയത്. 2022 ഖത്തർ അക്ഷരോത്സവം എന്ന പേരിലാണ് ആ യോഗം നടത്തിയത്. 2023 സൗദി അറേബ്യ സർഗായനം എന്ന പേരിൽ അതിഗംഭീരമായിട്ട് അത് നടത്തുകയുണ്ടായി. 2024 ഭാരതത്തിൽ, കേരളത്തിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ അക്ഷരായന എന്ന പേരിൽ ഇത് നടത്തുകയുണ്ടായി. 2025 കുവൈറ്റാണ് ഇതിൻ്റെ ആതിഥ്യം വഹിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഇന്നത്തെ ഈ യോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ ധാരാളം വ്യക്തികൾ ടോസ്റ്റ് മാസ്റ്റർ പ്രസ്ഥാനവുമായിട്ട് കടന്നു വന്ന് അതിൽ നിലനിൽക്കുവാനായിട്ട് പലർക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? അവർക്ക് തന്നെ ഒരു ഉത്തരം കൊടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പലരിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. എന്ത് കാര്യം ഇതിനകത്ത് നിന്നിട്ട്, എന്താണ് എനിക്കതിൻ്റെ ഗുണം, എന്തിനാണ് ഞാൻ എൻ്റെ സമയം കളയുന്നത് എന്നിങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അവർക്ക് ചോദ്യങ്ങളുമായിട്ടാണ് അവർ അതിൽ നിന്ന് പിന്മാറുന്നത്. അതിൽ ഒരു പരിഹാരം എന്നോണമാണ് നമ്മൾ ഇന്നത്തെ ഈ യോഗം സംഘടിപ്പിച്ചത്. കാരണം പലർക്കും എന്താണ് ടോസ്റ്റ് മാസ്റ്ററിൽ ഏറെ നാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ ടോസ്റ്റ് മാസ്റ്റർ പ്രസ്ഥാനമെന്ന്, അതിനേക്കാൾ ഉപരിയായിട്ട് മലയാളം ടോസ്റ്റ് മാസ്റ്റർ പ്രസ്ഥാനമെന്ന് മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഉള്ള വിവരങ്ങൾ നൽകുവാൻ കഴിവുറ്റ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ, സമിതി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു എന്ന് മഹാത്മാ ഗാന്ധിയുടെ വാക്കുകൾ നമ്മൾക്ക് ഏവർക്കും പ്രചോദനം നൽകട്ടെ. ഇന്നത്തെ യോഗത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രഗത്ഭരായ വ്യക്തികളാണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ചും അവരുടെ പറ്റിയുള്ള വിവരണങ്ങൾ ഇന്നത്തെ യോഗത്തിൻ്റെ നടത്തിപ്പുകാർ അതിനെക്കുറിച്ച് വിവരിക്കുന്നതായിരിക്കും. എന്നാൽ ലഘുവായിട്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ഉന്നത ശ്രേണിയിൽ പ്രവർത്തിച്ച മഹത്തായിട്ടുള്ള വ്യക്തികൾ, എല്ലാ 3 വ്യക്തികളും ഒരു ഡിസ്ട്രിക്ട് ഡയറക്ടർ എന്ന പദവിയിൽ പ്രശോഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ടോസ്റ്റ് മാസ്റ്ററിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുവാൻ കഴിവുറ്റവരാണ്. സദസ്സിലിരിക്കുന്ന ഏവർക്കും അവസരമുണ്ട് കേട്ടോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതി മോഡറേറ്റർക്ക് അയക്കുക. അതല്ലെങ്കിൽ ചോദിക്കേണ്ട സമയം വരുമ്പോൾ അത് ചോദിക്കാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇന്നത്തെ യോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമേ സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് ഇന്നത്തെ ഈ സമിതി അംഗങ്ങളെയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പലരെയും ഞാൻ വ്യക്തിപരമായിട്ട്, എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്. അത് അതിവിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ സാർ, അതിവിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ ദീപ സുരേന്ദ്രൻ, അതിവിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ നാഗരാജൻ സാർ. ഇവർ 3 പേരുമാണ് ഇന്നത്തെ ഈ സംവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെ നയിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ അപർണയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹവും അതിവിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ കൂടിയാണ്. അപർണയെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. എത്ര തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു
ടോസ്റ്റ് മാസ്റ്ററെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 10 വർഷങ്ങൾക്ക് മുമ്പ് ടോസ്റ്റ് മാസ്റ്റർ യാത്ര തുടങ്ങി നിരവധി നേതൃത്വ പദവികൾ അലങ്കരിച്ചു. ഏരിയ ഡയറക്ടർ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജർ, ഡിസ്ട്രിക്ട് 10116 ഗാവൽ ക്ലബ് കോർഡിനേറ്റർ, പിന്നെ ഗ്ലോബൽ ഗാവൽ ഗ്രൂപ്പ് എ ചെയർമാൻ, അതുപോലെ ഡിവിഷൻ അവാർഡ് ചെയർ എന്നിങ്ങനെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ഒരു വ്യക്തിയാണ് അപർണ റനീഷ്. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറഞ്ഞാൽ നല്ലൊരു പാചകക്കാരി. കൃഷിയിലും അംഗീകാരങ്ങൾ, പാചകക്കാരി മാത്രമല്ല, അതിനകത്ത് എല്ലായിടത്തും അംഗീകാരങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിശിഷ്ട സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം, വിശിഷ്ട പദവികൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് സമ്മാനങ്ങളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഒരു കൃഷിക്കാരി കൂടിയാണ്. ഖത്തറിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ കാണാം. ഇപ്പോൾ FCC വുമൻസ് വിങ്ങിന്റെ അധ്യക്ഷയാണ്. അതുപോലെ സീനത്ത് ഗാവൽ ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ ഒരു വലിയ സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആരോഗ്യം മുഴുവനും സമ്മതിക്കുന്നില്ല എന്ന് ഇന്നലെ വരെ എന്നോട് പറഞ്ഞു. എന്നാൽ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ചിന്തകളും, എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ മുമ്പിൽ അതാ എത്തിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അളന്നു കുറിച്ച് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് അപർണ. എല്ലാവരുടെ നാമത്തിൽ ഞാൻ അപർണയെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ വിശിഷ്ട അതിഥികളായിട്ട് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്. അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഗസ്റ്റായിട്ട് നമ്മുടെ അതിഥികളായിട്ട് കടന്നു വന്നിട്ടുള്ള, എന്താണ് ടോസ്റ്റ് മാസ്റ്റർ എന്ന് അറിയുവാനായിട്ട് ആഗ്രഹത്തോടു കൂടി കടന്നു വന്നിട്ടുള്ള ധാരാളം വ്യക്തി. അവരെ ഓരോരുത്തരെയും എനിക്ക് പേര് പറഞ്ഞ് വിളിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ അവർക്കെല്ലാവർക്കും ആഗ്രഹം ഒന്നേ ഉള്ളൂ, എന്താണ് ടോസ്റ്റ് മാസ്റ്റർ, എന്തിനാണ് ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബുകൾ, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയുവാനുള്ള ഈ ആഗ്രഹം. അവരുടെ ആഗ്രഹത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു ഉത്തരം ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം അവർക്ക് ലഭിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസത്തോടുകൂടി ഏവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഇന്നത്തെ ഈ യോഗത്തിന്റെ നടത്തിപ്പിനായിട്ട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ യോഗത്തെ മുന്നോട്ട് നയിക്കുന്നത് അപർണ റനീഷാണ്. അപർണ റനീഷിലേക്ക് ഈ വേദി ഞാൻ കൈമാറ്റം ചെയ്യുന്നു. നന്ദി. ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ ജോർജ് മേലരൻ സാർ എന്നെ ഇത്രയും ഭംഗിയായി പരിചയപ്പെടുത്തിയത്. ഞാൻ ഇവിടെ ഒന്നുമല്ല, ഇപ്പൊ എവിടെയോ ആണ്. ബഹുമാനപ്പെട്ട പ്രിയ അധ്യക്ഷൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ ജോർജ് സാർ, നമ്മുടെ ഇന്നത്തെ ഷോ സ്റ്റീലേഴ്സ് ആയ നമ്മുടെ എസ്റ്റീം പാനലിസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ സാർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ നാഗരാജൻ സാർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ ദീപാജി, ലോകത്തിലെ എല്ലാ കോണിൽ നിന്നും ജോയിൻ ചെയ്ത സഹ ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ചെറിയ ചോദ്യത്തിലൂടെ തുടങ്ങാം. എന്താണ് ഗ്ലാസോഫോബിയ? ഫോബിയ ഇംഗ്ലീഷ് വേർഡാണ്. അപ്പൊ ഫോബിയ എന്ന് പറഞ്ഞാൽ പേടിയാണ് അല്ലെ? ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായി ഗ്ലാസോഫോബിയ എന്നാൽ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്നാണ്. പൊതുവേദികളിൽ പ്രസംഗിക്കാനുള്ള ഭയം. ഗവേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് 77% ആളുകൾ പൊതുപ്രസംഗത്തെ മരണത്തെക്കാൾ ഏറെ ഭയക്കുന്നു എന്നാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവരിലും ഈ ഭയമുണ്ട്. ഈ ഭയത്തെ തരണം ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ല ഉപാധിയാണ് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഒരു 6-7 പേര് അല്ലെങ്കിൽ പോട്ടെ 9-10 ആളുകൾ കൂടുമ്പം എന്തേലും മുമ്പിൽ വന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാല് നമ്മളിൽ എല്ലാവരിലും വരുന്ന ആ പേടി, സംഭവിക്കുന്ന പേടി, ആ മുട്ട് വിറയല്, ശബ്ദം ഇടറല് എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ. ഭൂമി ഇപ്പൊ ഒന്ന് താണുപോയി, സീതാദേവിനെ പോലെ താണാ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ആ ദൈന്യമുഹൂർത്തത്തിലൂടെ നമ്മൾ മിക്കപേരും എല്ലാവരും കടന്നുപോയിട്ടുണ്ടാവും. അപ്പൊ എന്നാ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ അല്ലേ? എടുക്കണം. എന്ത് കഴിവായാലും, അതൊരു നീന്തലാവട്ടെ, അല്ലെങ്കിൽ പാട്ട് പാടാനാവട്ടെ, നൃത്തം വെക്കാനാവട്ടെ, പോട്ടെ സൈക്കിൾ ചവിട്ടാൻ പോലും, അത്
എല്ലാത്തിനും പരിശീലനം ആവശ്യമാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു കഴിവ് തന്നെയാണ് പ്രസംഗ പാഠവും. നമ്മുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആണല്ലോ ആശയവിനിമയം. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ശങ്കയുണ്ട്, തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആശയങ്ങൾ നമുക്ക് ധൈര്യമായി പങ്കുവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എവിടെ ഉയർച്ചയിലെത്താൻ പറ്റില്ല. അതിപ്പോ വീട്ടിലാവട്ടെ, സംസാരിച്ച് പിടിച്ച് നിൽക്കണ്ടേ, ജോലി സ്ഥലത്തായാലും പൊതുവേദിയിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആശയവിനിമയത്തിന്റെ കഴിവാണ്. ഇതൊരു നാച്ചുറൽ ടാലന്റ് ഒന്നല്ല പ്രസംഗ പാഠം എന്ന് പറയുന്നത്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രം, പിന്നെ നമ്മുടെ ഒരു പൂർണ്ണ പരിശ്രമം, അത്ര മാത്രം മതി. കഴിഞ്ഞ 10 വർഷം ടോസ്റ്റ് മാസ്റ്റർ ജൈത്രയാതിയോടെ ഞാൻ പഠിച്ചെടുത്ത സത്യം ഇതാണ്. സ്കൂൾ കാലഘട്ടത്തില് ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാവും പറയുന്ന ദിവസം നെക്സ്റ്റ് ഡേ നീ ചെയ്യണമെന്ന് പറയുന്ന നേരം എനിക്ക് പിറ്റേ ദിവസം വയറുവേദനയാണ്. ക്ലാസ്സിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് സംസാരിക്കാനുള്ള പേടി, അതാണ്. എല്ലാ അവസരങ്ങളും സ്കൂൾ കാലയളവില് ഞാൻ നശിപ്പിച്ച ഒരാളാണ് എൻ്റെ ഈ പേടി മൂലം. പക്ഷെ കോളേജ് എത്തുമ്പോഴത്തേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു വേദിയാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. മാറ്റങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ, അനിവാര്യവുമാണ്. നമുക്ക് മാറ്റം ഇതിലേക്ക് കിടക്കാം. 1924 തൊട്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഇപ്പൊ 100 വർഷമാവുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ ആത്മവിശ്വാസത്തോടെ ആശയവിനിമയം ചെയ്യാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് നമ്മുടെ പൊതുപ്രസംഗ നൈപുണ്യം, ആത്മവിശ്വാസത്തോടെയുള്ള ആശയവിനിമയം, നേതൃപാടവം എല്ലാം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. പ്രസംഗങ്ങൾ തയ്യാറാക്കാനും അതിനെ വിപുലീകരിക്കാൻ മെന്റർമാരുടെ സഹായം, പിന്നെ അവതരിപ്പിക്കാനുള്ള വേദി ആഴ്ചതോറും യോഗത്തിലൂടെ ഒരുക്കി തരുന്നു. കൂടാതെ അത് യോഗത്തിൽ തന്നെ അതിന്റെ ക്രിയാത്മകമായ അവലോകനവും നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ജോലി സ്ഥലത്ത് മേൽക്കൈ നേടാനും അതുപോലെ ഉറങ്ങിക്കിടത്തിയിരിക്കുന്ന നമ്മുടെ പല കഴിവുകളും പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി നമുക്ക് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഒരുക്കി തരുന്നു. നമ്മുടെ കഥകൾ പറഞ്ഞ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മുടെ അനുഭവങ്ങളുടെ ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള നല്ല അവസരമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് നമുക്ക് നൽകുന്നത്. ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്കിങ്ങനെ പറഞ്ഞോട് തന്നെ ഇരിക്കാം, അത്രയേറെ ഉണ്ട്. അതിനെക്കൂടി കൂടുതൽ അറിയാൻ എനിക്ക് ചെറിയ ശിശുവാണ്, കൂടുതൽ അറിയാൻ അതിൽ ഒത്തിരി വർഷത്തെ നൈപുണ്യമുള്ള, പ്രവർത്തന പരിചയമുള്ള, അത് നേതൃത്വത്തിലാവട്ടെ ആശയവിനിമയത്തിലാവട്ടെ തങ്ങളുടെ കഴിവുകളെ പയറ്റി തെളിച്ചിട്ടുള്ള 3 വിശിഷ്ട ടോസ്റ്റ് മാസ്റ്ററാണ് നമ്മുടെ കൂടെയുള്ളത്. പാനലിസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോരുത്തരെയായിട്ട് അവരെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഏറ്റവും യങ്ങായിട്ടുള്ള ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നിന്ന് തുടങ്ങാം. യങ്ങമോസ്റ്റ് ടോസ്റ്റ് മാസ്റ്റർ, ഡിസ്ട്രിക്ട് 127 ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിക്കുന്ന സകലകലാ വല്ലഭയായ, വളരെ ഊർജ്ജസ്വലയായ, ഞാൻ വളരെയധികം ആരാധനയോടെ ഉറ്റുനോക്കുന്ന നമ്മുടെ സ്വന്തം ദീപാജിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. 2013 ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രസ്ഥാനത്തിൽ ചേർന്നു. ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ പുരസ്കാരമായ ഡിസ്റ്റിംഗ്വിഷ് ടോസ്റ്റ് മാസ്റ്റർ 2 തവണ കരസ്ഥമാക്കി. ആദ്യത്തേത് 2017 അത് ട്രഡീഷണൽ പാത്വേസിലായിരുന്നു. രണ്ടാമത്തേത് ട്രഡീഷണൽ വേയിലായിരുന്നു. രണ്ടാമത്തേത് 2021 അത് പാത്വേസിലായിരുന്നു. പിന്നെ പുതിയ ഡിസ്ട്രിക്റ്റ് ആയിട്ട് രൂപീകരിച്ച ഡിസ്ട്രിക്ട് 127 ആദ്യത്തെ വനിതാ ഡിസ്ട്രിക്ട് ഡയറക്ടർ. ഡിസ്ട്രിക്ട് 127 ലോകത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളുടെ മുന്നിൽ എത്തിച്ച ഡിസ്ട്രിക്ട് ഡയറക്ടർ. മുൻ ഡിസ്ട്രിക്ട് 105 പ്രോഗ്രാം ക്വാളിറ്റി ഡയറക്ടർ, CGD പബ്ലിക് റിലേഷൻ മാനേജറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മറ്റ് പല പുരസ്കാരങ്ങൾക്കൊപ്പം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല ഡിവിഷൻ ഡയറക്ടർ, ഏറ്റവും നല്ല ടോസ്റ്റ് മാസ്റ്റർ എന്നിവയും അവർ നേടിയിട്ടുണ്ട്. മികച്ച ഒരു എഴുത്തുകാരി, തൊഴിൽപരമായ ഓഡിറ്ററായ ദീപാജി ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. PhD എടുക്കാനുള്ള ശ്രമത്തിലാണ്. സാംസ്കാരിക വേദിയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ദീപാജിയെ ഒരു നല്ല കൈയ്യടി കൂടി ആദ്യമായി സ്വാഗതം ചെയ്യാം നമുക്ക് ഈ ചർച്ചാ വേദിയിൽ. വെൽക്കം ദീപാജി. വളരെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അടുത്തതായി ലോക മലയാള ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ എഴുത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബഹുമൂല്യ പ്രതിഭയാണ്. മലയാള വിവർത്തനത്തിന് എപ്പോഴും നമുക്ക് സഹായഹസ്തം നൽകുന്ന, സമയത്തിന് അതിപ്രാധാന്യത്വം കൽപ്പിക്കുന്ന നമ്മുടെ ലോക മലയാളത്തിന്റെ വിവർത്തന സമിതിയുടെ കോച്ചാരും കൂടിയായ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ നാഗരാജൻ PA നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കമ്പനി സെക്രട്ടറിയുമാണ്. കൊച്ചിയിലെ ടാറ്റ സിറാമിക് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ മുഖ്യ സാമ്പത്തിക അധികാരിയും കമ്പനി സെക്രട്ടറിയും എന്ന ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോൾ CA എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചു വരുന്നു. 2010 ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രസ്ഥാനത്തിൽ ചേർന്നു.
ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ പുരസ്കാരമായ DTM 3 തവണ കരസ്ഥമാക്കി. ആദ്യത്തേത് 2015-ലും, രണ്ടാമത്തേത് 2020-ലും, മൂന്നാമത്തേത് 2023-ലാണ്. പുതിയ വിദ്യാഭ്യാസ പദ്ധതിയായ വഴിത്താര, അതായത് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പാത്വേസിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി DTM നേടി. ഹാസ്യ പ്രസംഗത്തിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ജില്ലാതല ഫൈനലിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്ലബിൽ നിന്ന് ആരംഭിച്ച് ആദ്യമായി ജില്ലാതല പബ്ലിക് റിലേഷൻ മാനേജർ, പ്രോഗ്രാം ക്വാളിറ്റി ഡയറക്ടർ, ഡിസ്ട്രിക്ട് ഡയറക്ടർ എന്നീ നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചു. 2018-19 വർഷത്തിലായിരുന്നു ഡിസ്ട്രിക്ട് 92-വിന്റെ ജില്ലാ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചത്. ഇപ്പോൾ തൃശൂർ മലയാളം ക്ലബിലെ അംഗത്വത്തിന് പുറമെ തൃപ്പൂണിത്തുറ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിലെയും അംഗമാണ്. ഒരു നല്ല ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യാം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാനലിസ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ നാഗരാജൻ T. വളരെ നന്ദി അപർണ. താങ്ക് യു സർ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അവസാനമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങളുടെ ഏറ്റവും സീനിയർ ടോസ്റ്റ് മാസ്റ്ററായ നമ്മുടെ ഡിസ്ട്രിക്ട് 116 ഖത്തറിന്റെ നെടും തൂണായ, ഖത്തർ മലയാളി ടോസ്റ്റ് മാസ്റ്ററുടെ വിളക്കായ, ഖത്തറിൽ മിക്കവരുടെയും മെന്ററായ, തന്റെ ജീവിതം തന്നെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രവർത്തനത്തിന് മാറ്റിവെച്ച ഖത്തർ മലയാളി ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ അഭിമാനപാത്രമായ, എപ്പോഴും എല്ലാവരെയും സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്ന സെർവന്റ് ലീഡർഷിപ്പ് കാഴ്ചവെച്ച ലീഡർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ മേനനെ നമുക്ക് പരിചയപ്പെടാം. വിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ മേനൻ 2008 ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേർന്നു. എത്ര വർഷമായി? 17 നീണ്ട വർഷങ്ങൾ. ടോസ്റ്റ് മാസ്റ്റേഴ്സ് പുറത്തും അദ്ദേഹം വിവിധ നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 4 ക്ലബുകളുടെ പ്രസിഡന്റ്, ഏരിയ ഡയറക്ടർ, ഡിവിഷൻ ഡയറക്ടർ, ഡിസ്ട്രിക്ട് TLI ചെയർ, ഡിസ്ട്രിക്ട് ഗാവൽ കോർഡിനേറ്റർ, പാത്വേസ് അംബാസിഡർ, ഡിസ്ട്രിക്ട് 116-ന്റെ ആദ്യ PQD എന്നിവയായിരുന്നു അദ്ദേഹം. 2011 7 രാജ്യങ്ങളും 6500 ടോസ്റ്റ് മാസ്റ്റർ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് 20-യുടെ ഡിസ്ട്രിക്ട് ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 2019 അദ്ദേഹം ഡിസ്ട്രിക്ട് 116-ന്റെ ഡിസ്ട്രിക്ട് ഡയറക്ടറായി ഖത്തറിന്റെ. ആ വർഷം ഡിസ്ട്രിക്ട് 116 മെഡ്ലി ഡിസ്റ്റിംഗ്വിഷ്ഡ് ലോകത്തിലെ നമ്പർ 1 ഡിസ്ട്രിക്റ്റായി മാറി. ഡിസ്ട്രിക്ട് 116-ലെ സമഗ്ര സംഭാവനയ്ക്ക് മികച്ച ഡിസ്ട്രിക്ട് ഡയറക്ടർ എന്ന അവാർഡും അദ്ദേഹം നേടി. ടോസ്റ്റ് മാസ്റ്റേഴ്സിന് പുറത്ത് അദ്ദേഹം 2 എഞ്ചിനീയേഴ്സ് ഓർഗനൈസേഷന്റെ ചെയർമാൻ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള എഞ്ചിനീയേഴ്സ് ഫോറം, മറ്റും എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ. സ്വാഗതം ചെയ്യാൻ നമുക്ക് ഒരു നിറഞ്ഞ കൈയ്യടി കൂടെ നമ്മുടെ സ്വന്തം ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. എല്ലാരെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞു, എല്ലാവരും പാനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് തുടങ്ങാം അല്ലേ? ഞാൻ ഇന്നത്തെ ചർച്ച 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗസ്റ്റിനോടാണ്. 3 സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ചോദ്യോത്തരവേള, മറ്റു ഫീഡ്ബാക്ക് സെഷൻ എല്ലാം ഈ പാനൽ ഡിസ്കഷന് ശേഷമാണ്. ഈ 3 സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ചകൾക്കിടയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ സംശയവും നിങ്ങൾ ചാറ്റ് ബോക്സിലൂടെ ചോദ്യങ്ങളായി എഴുതി വിടാം. ചർച്ചകൾക്ക് ശേഷം ഓരോ ചോദ്യവും നമുക്ക് പാനലിസ്റ്റിനോട് ചോദിക്കാം, അവർ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. ആരോടാണോ നിങ്ങൾക്ക് ചോദിക്കേണ്ടതെന്ന് കൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് സ്വയം അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആ സമയത്ത് ചോദിക്കുകയും ചെയ്യാം. പിന്നെ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഹോസ്റ്റായ ഡോൺ അശോകൻ സാറ് കമ്പൈൽ ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടൈം കീപ്പർ ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ടോസ്റ്റ് മാസ്റ്റർ സബീനയാണ്. ഡിസ്ട്രിക്ട് 116-ലെ ഹെൽക്ക ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. അവർ സ്വാഗതം ചെയ്യുന്നു സബീനയെ ഈ ദൗത്യത്തിലേക്ക്. ഇനി ആദ്യമായ സബീന എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ അല്ലെ? സബീനയെ കാണാത്ത പക്ഷം മിനി ഈ ഒരു കർത്തവ്യം ഏറ്റെടുക്കാമോ? ടോസ്റ്റ് മാസ്റ്റർ മിനി. ഓരോ ചോദ്യവും നോട്ട് അൺമ്യൂട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓരോ ചോദ്യവും 3 മിനിറ്റ് ആണ്. 2.5 മിനിറ്റിൽ ഒന്ന് ചുവപ്പ് ലൈറ്റ് തെളിയിക്കുക. ടോസ്റ്റ് മാസ്റ്റർ മിനിനെ എല്ലാ പാനലിസ്റ്റും ഒന്ന് പിൻ ചെയ്തേക്കൂ. സമയബന്ധിതമായി പോകേണ്ടതുകൊണ്ടാണ്. താങ്ക് യു. അപർണ, സബീന അവിടെ ഉണ്ട്. സബീന ഉണ്ടോ? ഹോസ്റ്റിനെ പറ്റുള്ളൂ. Co-host, can you help unmute Sabina? I'll search. എല്ലാവർക്കും സ്വയം അൺമ്യൂട്ട് ചെയ്യാനുള്ളത് സെക്യൂരിറ്റി സെറ്റിംഗ്സ് മാറ്റട്ടെ. എന്നാ പിന്നെ why I did in between people were talking അതുകൊണ്ടാണ്. I'll do it now.
ഐ ഹാവ് ഡൺ ഇറ്റ് നൗ. ഇനി ആർക്കും അൺമ്യൂട്ട് ചെയ്യാം. സബീന അപർണ, ഉണ്ടല്ലോ. ജസ്റ്റ് സജഷൻ ബെറ്റർ നോട്ട് ടു. എനിക്ക് തോന്നുന്നു ഇപ്പം ഹോസ്റ്റിനും ടൈം ഹോസ്റ്റിനും മാത്രം കൊടുത്താൽ മതി. കാരണം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവും. അതിനുശേഷം ക്വസ്റ്റൻ ആൻസർ ഓപ്പൺ ചെയ്യുമ്പോൾ പോരെ അൺമ്യൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും. ജസ്റ്റ് എ ഹംബിൾ സജഷൻ. താങ്ക് യു. Okay, sir. I'll revert it back then. Okay. Sabina, you're there, right? Yes. Okay. ഉണ്ട്. അപ്പം ഇനി ആദ്യത്തെ ഭാഗമായ വ്യക്തിഗത വികസനത്തിലേക്ക് നമുക്ക് കടക്കാം. വ്യക്തിഗത വികസനത്തിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ സ്വാധീനം, അതാണ് എൻ്റെ ആദ്യത്തെ സെഷൻ. നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? നമുക്ക് ചോദിച്ചറിയാം ഓരോരുത്തരോടും അവരുടെ പേഴ്സണൽ ലൈഫിൽ ടോസ്റ്റ് മാസ്റ്റർ എങ്ങനെയാണ് അവരെ സഹായിച്ചത്, സ്വാധീനിച്ചത് എന്ന്. ആദ്യമായി ചോദ്യം രാഘവൻ സാറോടാണ്. രാഘവൻ സാർ, നിങ്ങൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേരാനുള്ള കാരണം എന്താണ്? നമസ്കാരം അപർണ. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അതിഥികളെ ഷിറീൻ, ഷോന, ജിഷിത, പിന്നെ ഒരു ടീച്ചറും ഉണ്ടായിരുന്നു. പിന്നെ അമേരിക്കയിൽ നിന്നുള്ള ബീന, ടോമിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2008 ഖത്തറിലെത്തിയത്. ബഹ്റിനിൽ നിന്നാണ് വന്നത്. 2007 ഒരിക്കൽ ഞാൻ ബഹ്റിനിൽ ഒരു ടോസ്റ്റ് മാസ്റ്റർ മീറ്റിങ്ങിന് പോയിരുന്നു. പക്ഷേ എന്തോ അവിടുത്തെ ഒരു മൊത്തത്തിലൊരു എനിക്ക് അങ്ങനെ ഒരു തൃപ്തിയാവാത്തത് കൊണ്ട് ഞാൻ ആ ക്ലബിൽ ചേർന്നില്ല അന്ന്. അതാണ് സത്യം. 2008 ഖത്തറിൽ വന്ന് എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുകയായിരുന്നു. പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജനറൽ മാനേജർ വന്നിട്ട് പറഞ്ഞു, പ്രസൻറ്റേഷൻ വാസ് ടെറിബിൾ, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ട്രെയിനിങ്ങോ കോച്ചിങ്ങോ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു, ഇത് എവിടെയാണ് ഈ പ്രസൻറ്റേഷൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം? അപ്പോൾ പല സ്ഥലത്തും ഞാൻ കയറി ഇറങ്ങി, ബ്രിട്ടീഷ് കൗൺസിലൊക്കെ പോലെ സ്ഥലങ്ങളിൽ, അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ അറിയണത്. ആൾ ടോസ്റ്റ് മാസ്റ്റർ അല്ല, പക്ഷേ ആൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് തപ്പി നടന്ന് ഒരു ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ ചേർന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ ഉദ്ദേശം ഒരു മാസത്തെയോ മറ്റൊരു കോഴ്സ് പോലെ അറ്റൻഡ് ചെയ്തിട്ട് അത് നിർത്തുക എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് കൗൺസിലൊക്കെ പോലത്തെ ഒരു ട്രെയിനിങ് കോച്ചിങ് സെൻ്റർ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞ് ഞാൻ വിടണമെന്ന് വിചാരിച്ച് പോയാലും അത് 2 മാസമായി, 3 മാസമായി, അങ്ങനെ തുടർന്ന് 17 കൊല്ലമായി. പക്ഷേ അതിൻ്റെ ഒരു ബലം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശേഷം ഒരു 4-5 കൊല്ലത്തിന് ശേഷം എൻ്റെ ഓഫീസിലെ ഒരു ബാങ്കിന് ഞങ്ങളുടെ എല്ലാ കമ്പനികളും ഒരു പ്രസൻറ്റേഷൻ കൊടുക്കേണ്ട ഒരു സന്ദർഭം വന്നു. അപ്പോൾ എല്ലാ കമ്പനികളും ചെയ്യണേലും എൻ്റെ കമ്പനീനെ പ്രതിനിധീകരിച്ച് ഞാനായിരുന്നു ആ പ്രസൻറ്റേഷൻ കൊടുത്തിരുന്നത്. ആ പ്രസൻറ്റേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 18 കമ്പനികളുണ്ട്. അതിനുശേഷം അവരൊരു എല്ലാവരും കൂടിയിരുന്ന് ആരുടെ പ്രസൻറ്റേഷൻ ആയിരുന്നു എഫക്റ്റീവ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അത്ഭുതം എന്ന് പറയട്ടെ, അത് എൻ്റെ പ്രസൻറ്റേഷൻ ആണെന്നാണ് വന്നത്. അത് ഞാനിപ്പോൾ എന്നെ പൊക്കി പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഞാൻ എന്തിനു വേണ്ടി ടോസ്റ്റ് മാസ്റ്ററിൽ ചേർന്നുവോ അതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്കത് കണ്ടു. അതൊരു 18 പേരിൽ നല്ല പ്രസൻറ്റേഷൻ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്തൊക്കെയോ അതിനെ പഠിച്ചിട്ടുണ്ടെന്ന്. അതിന് 18 വർഷം എടുത്തില്ല, ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് നടന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയൊരു അനുഭവവും വലിയൊരു റെക്കഗ്നീഷനായിട്ട് എനിക്ക് തോന്നി. ആ യാത്ര ഇപ്പോഴും തുടരുന്നു. ഒരു മാസത്തിന് വേണ്ടി ജോയിൻ ചെയ്താണെങ്കിലും 17 വർഷമായി ഇപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രം. അതാണ് എൻ്റെ കഥ ചുരുക്കത്തിൽ. ഞാൻ എന്തുകൊണ്ട് ജോയിൻ ചെയ്തു എന്നുള്ളത്. നന്ദി രാഘവൻ സാർ. എല്ലാവർക്കും ഇതുപോലെ ഒരു കാരണം ഉണ്ടാവും. അപ്പൊ നമുക്ക് നാഗരാജൻ സാറിനോട് അടുത്തായിട്ട് ചോദിച്ചറിയാം അല്ലേ, എങ്ങനെയാണ് നിങ്ങൾ ടോസ്റ്റ് മാസ്റ്ററിൽ എത്തിപ്പെട്ടത്? നാഗരാജൻ സാർ അൺമ്യൂട്ട്. മ്യൂട്ടാണ്. എല്ലാ പാനലിസ്റ്റിനെയും യെസ് അപർണ, എല്ലാവർക്കും സായാഹ്ന വന്ദനം. അപ്പോൾ നമ്മൾ മനോഹരമായിട്ട് കഥ പറഞ്ഞ രാഘവൻ സാറിൻ്റെ കഥകൾ കേൾക്കുകയായിരുന്നു. ഇവിടെയുള്ള ടോസ്റ്റ് മാസ്റ്റർമാരും എല്ലാവരോടും ഈ ചോദ്യം ചോദിച്ചു എന്നിരിക്കട്ടെ, എന്താണ് നിങ്ങൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേരാനുള്ള കാരണം? എല്ലാവർക്കും ഉണ്ടാവും ഒരു കഥ, ഞാൻ എങ്ങനെ അവിടെ എത്തി. ഇപ്പം നമ്മുടെ അതിഥികൾ ശ്രദ്ധിക്കുക, ഇനി ഒരു ടോസ്റ്റ് മാസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് എന്ത് ചോദിച്ച് സംഭാഷണം തുടങ്ങും? അത്ഭുതപ്പെടേണ്ട. ഈ ചോദ്യം അപർണ പറഞ്ഞു തന്ന ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പെട്ടു എന്ന് ചോദിക്കാം. ഉടനെ ഒരു കഥ കേൾക്കാം.
എനിക്കുമുണ്ട് ഒരു സംഭവകഥ, എല്ലാവരെയും പോലെ തന്നെ. 2010 അന്ന് ഞാൻ കൊച്ചിൻ റിഫൈനറീസിലെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ പ്രൊഫഷനായിട്ട് അതിനോട് ബന്ധപ്പെട്ട് CA കമ്പനി സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രസംഗിക്കാനൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല എന്നായിരുന്നു എൻ്റെ അന്നത്തെ ധാരണ. അന്ന് എൻ്റെ കോളേജിലെ ഒരു സഹപാഠി ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ പഴയ ലാലേട്ടൻ്റെ പരസ്യത്തിലുള്ള പോലെ വൈകിട്ട് എന്താ പരിപാടി എന്നൊരു ചോദ്യം. സത്യം പറഞ്ഞാൽ പരിപാടിയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് പരിപാടി, ഒന്നുമില്ല മാഷെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എങ്കിൽ കടവന്ത്ര വരെ വരൂ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ 2004 മുതൽ കേരളത്തിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ രാഘവൻ സാറൊക്കെ പറഞ്ഞ പോലെ മലയാളികളല്ലേ, ഒരു പുച്ഛം നമുക്കില്ലേ, എന്ത് പ്രസംഗം, നമ്മൾ പുച്ഛിച്ച് അതിനെ നോക്കാറില്ല. ഇയാളിത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ഈ സഹപാഠി പറഞ്ഞില്ല. വരുന്നേ നമുക്ക് നോക്കാം. എന്നിട്ട് പുള്ളി കടവന്ത്രയിൽ വൈകിട്ട് നടന്ന്, അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല മസാല ദോശ മേടിച്ച് തരാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് മിണ്ടിയില്ല. പോയി ഒരു കോണിയൊക്കെ കയറി, ഒരു ക്ലബ്ബാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. അന്നാണ് ഞാൻ അതിനുള്ളിൽ ചെന്നപ്പോൾ, ഇതെന്താ സുഹൃത്തെ, ഇതാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്, ഞാനിവിടെ അംഗമായിട്ട് ഒരു കൊല്ലമായിട്ടില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അപ്പം നിങ്ങൾക്കും അത് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് സുരേന്ദ്രൻ എന്നെ അവിടെ കൊണ്ടുവന്ന് അവിടെ ആക്കി. അവിടെ ചെന്നപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ടോസ്റ്റ് മാസ്റ്റർ, അവർ പിന്നീട് എൻ്റെ മെൻറ്ററായി മാറി, നിർമ്മല ലില്ലി, പിന്നീട് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് 121 ഡയറക്ടറായിരുന്നു. അവര് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇമവെട്ടാതെ നോക്കി നിൽക്കുക, സാഗൂതം കേട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്ഭുത പരന്തരനായിപ്പോയി. ചിരിച്ചുകൊണ്ട് സംസാരിക്കാം, അത് ഇന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും പരിശ്രമിച്ചു, ചിരിക്കാനൊക്കെ എനിക്ക് പറ്റും, സംസാരവും ചിരിയും കൂടി അപ്പൊ നമുക്ക് തോന്നുന്നു ഇതെങ്ങനെയാ. പക്ഷെ അത് അവരുടെ ഒരു ദൈവസിദ്ധമായ ഒരു കഴിവാന്ന് എനിക്ക് മനസ്സിലായി. എത്ര പരിശ്രമിച്ചാലും എല്ലാവർക്കും ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. സംസാരം കഴിയുമ്പോൾ ചിരിക്കാൻ പറ്റും. ഇവരുടെ സംസാരമൊക്കെ കേട്ട് എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് മാത്രമല്ല, അവിടെ ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവമാണ് അവലോകനം. ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് എന്ത് ഭംഗിയായിട്ടാണ് ആ പ്രസംഗകനെ വെറുപ്പിക്കാതെ കാര്യങ്ങൾ പറയുന്ന ഒരു രീതി, വല്ലാതെ എനിക്കത് ഇഷ്ടമായി. പതിവ് പോലെ യോഗം കഴിഞ്ഞ് എന്താണ് നമ്മുടെ അതിഥി നാഗരാജന്റെ അഭിപ്രായം, താങ്കൾ ഈ ക്ലബിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അവലോകനം, ആ ഒറ്റ കാര്യത്തിൽ ഞാൻ വളരെ അങ്ങോട്ട് വശംവദനായിപ്പോൾ അതിൽ വീണുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ക്ലബ്ബ് തലത്തിൽ നിന്ന് ഉയർന്ന് ഏരിയ, ഡിവിഷൻ, അങ്ങനെ നമ്മുടെ നേതൃത്വ പരമ്പരയിലുള്ള യാത്ര. മറുഭാഗത്ത് കൂടി നമ്മൾ പറയുന്ന, അന്നൊക്കെ നമ്മുടെ പഴയ സിലബസ് വന്ന് വഴിത്താരൊന്നുമില്ലല്ലോ, അന്ന് പറയുന്ന ഒന്നുകിൽ നേതൃത്വ പാഠവത്തിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ആശയവിനിമയം. ആശയവിനിമയ ഭാഗത്ത് നമുക്ക് ഒരു ഉന്നമനം അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം ഉണ്ടാവാനായിട്ട് ഞാൻ തന്നെ സ്വയം കണ്ടെത്തി എനിക്ക് ഈ നർമ്മഭാഷണത്തിൽ ഒരു ചെറിയൊരു വാസന. അപ്പം നർമ്മഭാഷണം, നർമ്മപ്രസംഗ മത്സരത്തിൽ മത്സരിച്ച് ഒരു വർഷം ഞാൻ ജില്ലാതലം വരെ എത്തി. അങ്ങനെ ഒരു പശ്ചാത്തലം. അപ്പം അങ്ങനെ ചെയ്ത് കാലക്രമത്തിൽ ഇങ്ങനെ ഓരോ നേതൃത്വ പാഠവും തെളിയിച്ച് പടിപടിയായിട്ട് കയറി ഇപ്പോൾ അവതാരക എന്നെ പരിചയപ്പെടുത്തിയ പോലെ ഡിസ്ട്രിക്ട് 92 അന്ന് കേരളവും കർണാടകവും ചേർന്ന് ഒറ്റ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ ഡിസ്ട്രിക്ട് ഡയറക്ടർ ആയിരുന്നു. അന്നും ഇതുപോലെ സ്മെറ്റ്ലി ഡിസ്ട്രിക്റ്റ് ആവുകയും ലോകത്തിലെ 3-ാം സ്ഥാനമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് നമ്മൾ നിലനിർത്തി. അക്കാലത്ത് ഞാൻ ഇന്റർനാഷണൽ കൺവെൻഷന് പോകുമ്പോൾ രാഘവൻ സാറിനെ അവിടെ വെച്ച് ഞാൻ ആദ്യം കണ്ടിരുന്നു. സാറിന് ഇപ്പോഴും അത് ഓർമ്മയുണ്ടാവും. എന്തായാലും അതാണ് എൻ്റെ ഒരു കഥ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, തിരികെ അവതാരം. നന്ദി നാഗരാജൻ സാർ. ആക്ച്വലി രണ്ടാമതായി ചോദിക്കാനുള്ള ചോദ്യമായിരുന്നു വ്യക്തി ജീവിതത്തിൽ ടോസ്റ്റ് മാസ്റ്റർ കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ളത്. അതും കൂടെ ചേർത്ത് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു. എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്യാട്ടോ. വ്യക്തി ജീവിതത്തിൽ വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ ടോസ്റ്റ് മാസ്റ്റേഴ്സിന് കൊണ്ട്? ഈ ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് നേട്ടങ്ങളല്ലാതെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക്? പിന്നെ മ്യൂട്ടായിട്ടുണ്ടല്ലോ. മ്യൂട്ടാണ് സാർ, സംസാരിക്കണ കേൾക്കണില്ല. യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്. ശരി. വ്യക്തി ജീവിതത്തിൽ തീർച്ചയായിട്ടും ടോസ്റ്റ് മാസ്റ്റർ വളരെ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ പഠനരംഗത്ത് വളരെ മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. ഏകാഗ്രമായിട്ട് പഠിക്കാൻ എനിക്ക് കഴിയും, അച്ചടക്കത്തോടെ ദീർഘനേരം ഇരിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ എനിക്ക് നിലവിൽ കുറെ കഴിവുകളുള്ള സമയത്ത് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേർന്നപ്പോൾ ഒരു പ്രത്യേക കാര്യം ഞാൻ മനസ്സിലാക്കി. അത് എനിക്ക് വേറെ അന്ന് വരെ അറിയില്ലായിരുന്നു. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയോ, ഇതാണോ, അത് തന്നെയാണ് ആ സാധനം. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കലാണ്. കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെ വേണമെങ്കിൽ പോകാം. ശ്രദ്ധയോടെ കൂടെ കേൾക്കുക. അപ്പം നമ്മൾ അതിന് ആംഗലേയത്തിൽ
ആക്റ്റീവ് ലിസണിങ്, മനസ്സിലായില്ലേ? ഈ ഒരു വിഭാഗം ഞാൻ പഠിച്ചിരിക്കുന്നത് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നിന്ന് മാത്രമാണ്. ഒരു അവലോകന പ്രസംഗം എടുത്തു നോക്കും. ഒരു പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ മനസ്സ് അങ്ങുമിങ്ങും അലഞ്ഞു തിരിയാൻ ഇട കൊടുക്കരുത്. ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കേട്ടിരുന്നിട്ട് എന്നിട്ട് വേണം അതിലെ മെച്ചമായ ഭാഗങ്ങളും ഇനിയും മെച്ചപ്പെടുത്താവുന്ന ഭാഗങ്ങളും ഒക്കെ അവലോകകൻ എന്ന നിലയിൽ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ. അതുപോലെ തത്സമയ വിഷയ പ്രസംഗം എടുക്കൂ. ഒരു വിഷയം തന്നു, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകാഗ്രമായിട്ട് കേട്ടാലേ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഈ ആക്റ്റീവ് ലിസണിങ് അഥവാ ശ്രദ്ധയോടെയുള്ള കേൾക്കൽ എന്നുള്ളൊരു ഭാഗം എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് വളരെ പരമപ്രധാനമായിട്ടുള്ള വിജയം തന്നിട്ടുണ്ട്. ബന്ധങ്ങൾ, നിലവിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അത് ഗുണാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോസിറ്റീവായിട്ട് അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും വ്യക്തമായിട്ട് ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് മാത്രം മറുപടി പറയുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. നിങ്ങൾ പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞേ ഞാൻ മറുപടിയെ പറ്റി ആലോചിക്കുകയുള്ളൂ. അത് ജീവിതത്തിൽ പകർത്തിയെടുത്തതുകൊണ്ട് എനിക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തിരികെ അവതാരികയില്ല. നന്ദി നാഗരാജൻ സാർ. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വേണ്ട ഏറ്റവും വലിയൊരു സ്കില്ലാണ് ലിസണിങ് സ്കിൽസ് എന്നത്. അത് നന്നായിട്ട് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് യോഗങ്ങളിലൂടെ തന്നെയാണ്. നല്ല ലിസണർ ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തതായി ദീപാജിയോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ ചെന്നുപെട്ടു ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നിന്ന്? ഈ ചോദ്യത്തിന് നന്ദി അപർണ. എനിക്ക് ഇപ്പൊ മുമ്പത്തെ രണ്ട് വിശിഷ്ട വ്യക്തികൾ പറഞ്ഞ പോലെ ഒരു അനുഭവം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഒരു ക്ലബ്ബ് തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് അന്നത്തെ കോമ്പിറ്റന്റ് കമ്മ്യൂണിക്കേറ്റർ. അപ്പൊ ആ ക്ലബ്ബ് തുടങ്ങാൻ വേണ്ടി ആളെ റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ അതിലേക്ക് വിളിച്ച് ഓ ദീപം ഒന്ന് വരൂ അങ്ങനെ ആളെ തേക്കാൻ വേണ്ടി, ചേരാൻ വേണ്ടിയിട്ടല്ല, ആളെ തേക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്താണ് ടേബിൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ എന്നെ വിളിച്ചു. അപ്പൊ പണ്ട് തന്നെ ഈ വാചകടിയിൽ ഒരു കുറവില്ലാത്തത് കാരണം വിളിച്ചപ്പോ നമ്മൾ പോയി സ്റ്റേജിന്റെ മുന്നിൽ നിന്നും, അതിനും പേടിയില്ല. അപ്പോ ചോദിച്ച ചോദ്യം ഇങ്ങനെ, ഒരു ദിവസത്തേക്ക് നിങ്ങളെ UAE ഭരണാധികാരിയാക്കിയിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പോണത്? അപ്പൊ പെട്ടെന്ന് വന്ന ഒരു ഉത്തരം എന്താണ്, നമുക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം, അതാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോ ആ ഇതില് മീറ്റിംഗിൽ എല്ലാവരും എക്സ്പയർട്സ് ആയിരുന്നു. എല്ലാവരും അത് ആഗ്രഹിച്ചിരുന്നത് കൊണ്ടോ എന്തോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ വളർന്നു വന്നിട്ടുള്ള കാലഘട്ടത്തില് ഉള്ളവരെ അഭിനന്ദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അഹങ്കാരി, പ്രത്യേകിച്ച് എന്റെ മാതിരിയുള്ള ഒരാളായിരിക്കുമ്പോൾ പ്രത്യേകം കൂടുതൽ അഹങ്കാരിയായി മാറിപ്പോകും എന്നുള്ള പേടി കൊണ്ടായിരിക്കും ആരും അങ്ങനെ എന്ത് നന്നായി ചെയ്താലും റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ അനുഭവിച്ചിട്ടില്ല. അത് ഇവിടെ വന്നപ്പോ അങ്ങനെ കൈയടിച്ച് എന്താണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അഭിനന്ദിച്ചപ്പോൾ അത് ഭയങ്കര ഒരു എന്താണ് പറയാ രോമാഞ്ചം ഉണ്ടായി എന്ന് തന്നെ പറയണം. അങ്ങനെ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് വന്നു. അപ്പൊ ജോയിൻ ചെയ്യണ്ടോ എന്ന്, ഇങ്ങനെ ജോയിൻ ചെയ്യല്ലേ എന്നുള്ള ഒരു ഇത് പറഞ്ഞപ്പോ വേഗം 500 ദിർഹം എടുത്തു കൊടുത്തിട്ട് 6 months നമ്മൾ ജോയിൻ ചെയ്തു. പിന്നെ അത് ഇപ്പൊ ഇവിടം വരെ എത്തി. ഇങ്ങനെ എന്താ പറയാ, ആ ക്ലബിൽ നിന്ന് കുറച്ചു കാലം ഫണ്ണാക്കി എല്ലാരും അഭിനന്ദിക്കണമൊക്കെ കണ്ട് ആഹ്ലാദിച്ച് പോണെന്ന് വിചാരിച്ച ആളായിരുന്നു. ഇപ്പോഴും അഭിനന്ദനങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഇരിക്കേണ്ട. ഇപ്പോഴും അത്രേ ഉള്ളൂ, അതാണ് കഥ. നന്ദി ദീപാജി. അപ്രിസിയേഷൻ ദാറ്റ് മേക്സ് എ സ്റ്റേ ഇൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ്. സത്യമായിട്ടും നമുക്കത് വീട്ടിൽ നിന്ന് കിട്ടില്ല, കുടുംബത്തിൽ നിന്ന് കിട്ടില്ല, കൊലീഗ്സിന്റെ അടുത്ത് പോലും കൊടുക്കാൻ കിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ശരിക്കും കൊടുക്കും. അതെ. നന്ദി ദീപാജി. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടത്? ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യം ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്റെ കോൺട്രിബ്യൂഷൻ, ഞാൻ ചിന്തിക്കുന്ന രീതികളൊക്കെ എന്തെങ്കിലും മൂല്യം ഉള്ളതാണെന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം പണ്ട് മുതലേ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്കറിയണത് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അത് കാരണം ഇപ്പൊ ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് അല്ലെങ്കിൽ ടീം മീറ്റിംഗ് ഒക്കെ എല്ലാ ആഴ്ചകളിലും ഉണ്ടാവുന്ന അപ്ഡേറ്റ്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അതിനെന്താ സൊല്യൂഷൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടും എന്നും പറഞ്ഞിട്ട്, പക്ഷെ അത് പറയാൻ ഇത് എല്ലാവർക്കും അറിയണതോ, ഇതുകൊണ്ടൊന്നും സോൾവ് ആവോ എന്നുള്ള ഒരു ധൈര്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാ ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം വേറൊരാള് പറഞ്ഞിട്ട് അയാൾക്ക് നല്ല അപ്രിസിയേഷൻ ഒക്കെ കിട്ടുമ്പോൾ നമ്മള് നഷ്ടപ്പെട്ട അവസരം അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. അതിങ്ങനെ എല്ലാ ആഴ്ചയും അതന്നെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ടോസ്റ്റ് മാസ്റ്ററിൽ വന്നതിന് ശേഷം എന്ത് തന്നെ ആയാലും നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിന്ത അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാം എന്നുള്ള ഒരു ധാരണ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം,
നമ്മളത്ര വിവരം ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നുള്ള റിയലൈസേഷൻ ആണോ എന്ന് അതല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് മറ്റുള്ളവരുടെ ഒപ്പം നമുക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ചിന്തയാണ്. ആ ആത്മവിശ്വാസം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോസ്റ്റ് മാസ്റ്റർ വന്നതോടെ എനിക്ക് കിട്ടി. അത് അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അധ്യാപകർ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് മൂല്യമുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ എന്നിൽ വന്നു. അതാണ് സത്യം. അപ്പൊ അത് പറയാനുള്ള അതാണ് ഔദ്യോഗിക ജീവിതത്തിൽ. പിന്നെ വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഇതിനൊക്കെ എന്താണ് വല്ല മൂല്യമുണ്ടോ, എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്നുള്ള ഒരു തോന്നല്. ഇപ്പൊ പുസ്തകം ഇറക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതണതൊക്കെ എന്താ അധികം പേരൊന്നും വായിക്കണ്ടാവില്ല എന്നുള്ളൊരു ഓക്കെ എന്തിനാ പുസ്തകം. പക്ഷെ അത് ഇവിടെ വന്നതിന് ശേഷമാണ് അതിനുള്ള ധൈര്യം ഉണ്ടായത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തത് ടോസ്റ്റ് മാസ്റ്ററിൽ വന്നതിന് ശേഷം. ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ ജോലിപരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ആഗ്രഹം ഒരു പബ്ലിഷ്ഡ് ഓതർ ആവണം എന്നുള്ളതായിരുന്നു. അത് എന്തുകൊണ്ടോ നീട്ടിവെച്ച് സ്വയം ഒരു വിലയില്ലാത്തത് കാരണം നീട്ടിവെച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് ഒക്കെ നേടി. അപ്പൊ ഇത് ഇനിയും ഇങ്ങനെയുള്ള എന്നുവെച്ചാൽ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് എനിക്ക് തന്നിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റിയ ആദ്യം പറഞ്ഞ മാതിരി അപ്രിസിയേഷൻ നേടാനും അത് അംഗീകരിക്കാനും മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു തോന്നലും ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുമായിരുന്നു. മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ചിന്ത, അതിനുള്ള ഒരു ക്ഷമ എനിക്ക് കുറവായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കാനും നമ്മളെ നാഗരാജൻ സാർ പറഞ്ഞ മാതിരി അവര് പറയണത് മുഴുവൻ ശ്രമയോടെ കേൾക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും നേടിയെടുത്തു. ഇതൊക്കെ ഔദ്യോഗികപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ തന്നെ സഹായിച്ചു. നന്ദി ദീപാജി. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അടുത്തതായി രാഘവൻ സാറിനോടാണ്. സാമൂഹ്യ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് നിങ്ങളിൽ വരുത്തിയത്? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കാൻ ടോസ്റ്റ് മാസ്റ്റർ നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സോഷ്യൽ കോസിന് സപ്പോർട്ട് ചെയ്യാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സിനോട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയില്ല. ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ ഇവിടെ ടോസ്റ്റ് മാസ്റ്ററിൽ ചേർന്ന് 2 വർഷത്തിനുള്ളിൽ ഞാൻ 2 ക്ലബ്ബ് ഉണ്ടാക്കി. അതിന് രണ്ടും എൻ്റെ എഞ്ചിനീയറിംഗ് സംഘടനകൾക്കാണ്. ഈ സംഘടനകളിൽ അന്ന് ഞാൻ ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നില്ല. പക്ഷേ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് തുടങ്ങിയതിൻ്റെ പിന്നത്തെ കൊല്ലം അതിൻ്റെ പിന്നത്തെ കൊല്ലമായിട്ട് 2 ക്ലബിൻ്റെയും 2 അസോസിയേഷനുകളുടെയും ചെയർമാനായി എന്നെ അവർ എലക്ട് ചെയ്തു. ഒരു പക്ഷേ ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് തുടങ്ങിയതും അതിൻ്റെ നടത്തിപ്പും എല്ലാം കണ്ടിട്ടായിരിക്കാം, ഒരുപക്ഷെ ലീഡർഷിപ്പ് ക്വാളിറ്റി അവർ കണ്ടുപിടിച്ചിട്ടായിരിക്കാം. ഇന്നലെ ഞാനൊരു ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഒരു പരിപാടി ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അതിലെ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-40% അതിൽ വന്ന ആൾക്കാർ 250 ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർ ഒരു 40% ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ് അതിൻ്റെ അകത്ത്. മൻസൂർ മൊയ്തീനും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ എൻ്റെ ആള് മൻസൂറും ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു രസമാണ്. നമ്മൾ അവിടെ വെച്ച് വേറൊരു വേദിയാണെങ്കിലും അവിടെ വെച്ച് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് കാണുമ്പോൾ എല്ലാവരും ചേർന്ന് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഇതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ടായിരുന്നു, ടോസ്റ്റ് മാസ്റ്റേഴ്സ് മാത്രമായിട്ട്. പലപ്പോഴും ഞാൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഭാഗമായ ഏകദേശം ഒരു 15 ക്ലബ്ബുണ്ട് ഖത്തറിൽ. ഈ ക്ലബ്ബുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു അനുഭവം അതെങ്ങനെയാ വെച്ചാൽ അതിലുള്ള പുതിയ അംഗങ്ങൾ അതിൽ ചേരുകയും അവർ ആ പ്രസംഗങ്ങൾ കൊടുക്കുന്നതും അവരുടെ ആ സന്തോഷവും അവരുടെ ആ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും. നമ്മളിതൊന്നും ഇത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടി അല്ലായിരിക്കും ഒരുപക്ഷെ ഈ ക്ലബ്ബ് തുടങ്ങി വെച്ചത്. പക്ഷേ അതിൻ്റെ ഫലവും അതിൻ്റെ ഗുണങ്ങളും അനുഭവിക്കുന്ന ഇത്രത്തോളം ആൾക്കാർ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കൊരു കൃതാർത്ഥതയാണ്, നമുക്കൊരു സന്തോഷമാണ്. നമ്മളിപ്പോൾ നാളെ ഇവിടം വിട്ടു പോയാലും നാട്ടിൽ പോയാലും ഈ ലോകം വിട്ടു പോയാലും ആരെങ്കിലും 1-2 പേരെങ്കിലും ഒരു പക്ഷെ ഓർക്കും നമ്മളെ എന്നുള്ളതൊരു വലിയൊരു സന്തോഷമാണത്. അതാണ് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എനിക്ക് നല്ല. എൻ്റെ ഈവൻ ബിസിനസ് കാർഡിൽ പോലും ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ DTM എന്നും എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഒപ്പം എഞ്ചിനീയറിങ്ങും ഒക്കെ കൂടെ DTM ഉണ്ട്. അപ്പോൾ പലരും ചോദിക്കും ഇതെന്താണ്. അപ്പോൾ അതൊരു ഐസ് ബ്രേക്കറായിട്ട് വരാറുണ്ട്. പലപ്പോഴും അറിയണവരെ ഉണ്ട്. പലരും എന്നെ പലരും വേറെ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും ഇങ്ങനെ പറയാ ഖത്തറിൽ വലിയൊരു ടോസ്റ്റ് മാസ്റ്റർ ആണ് എന്നൊക്കെ പറയാം. അപ്പോൾ എന്താണ് ടോസ്റ്റ് മാസ്റ്റർ? അങ്ങനെയും ഒരു ഐസ് ബ്രേക്കർ ഓപ്പണിംഗ് അപ്പ് ഡിസ്കഷൻ ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്കും പലതും സമൂഹത്തിന് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പേർക്ക് ഇതിനോട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
നന്ദി to you. സർ. തീർച്ചയായും ഞാനും കണ്ടുവന്നിട്ടുണ്ട്. ഖത്തറിലെ മിക്കവാറും എല്ലാ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്, നേതൃത്വ നിരയിൽ നിൽക്കുന്നത്, കമ്മ്യൂണിറ്റി സർവീസസിൽ നിൽക്കുന്നത് ടോസ്റ്റ് മാസ്റ്റേഴ്സ് തന്നെയാണ്. ഇവിടെ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി പേര് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. അതുപോലെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തി ജീവിതത്തിലും കുറെ കുടുംബസംഗമം മറ്റും എല്ലാം കുടുംബസംഗമം ഒക്കെ ധൈര്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഔദ്യോഗിക ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഇന്റർവ്യൂസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ആദ്യം. അതൊക്കെ ഇപ്പൊ പുല്ല് പോലെ ചെയ്യുന്നു, എന്ത് ഇന്റർവ്യൂ വന്നാലും. പിന്നെ വർക്ക്ഷോപ്സ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നല്ല ധൈര്യം കിട്ടിക്കഴിഞ്ഞു. പിന്നെ സമൂഹ ജീവിതത്തിലാണ് ഏറ്റവും അധികം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സാമൂഹികമായിട്ട്. കുറെ സ്ത്രീ ശാക്തീകരണ പരിപാടികൾ അതിന് പദ്ധതികൾ ഉണ്ടാക്കാനും അതിനെ ലീഡ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നിന്ന് ആർജിച്ചെടുത്ത ധൈര്യം തന്നെയാണ്. നന്ദി എല്ലാ പാനലിസ്റ്റിനും. നമ്മളെ സക്സസ്ഫുൾ ആയിട്ട് ഫസ്റ്റ് സെഗ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ എല്ലാവർക്കും കാണികൾക്ക് ബോധ്യപ്പെട്ട് കാണും, ടോസ്റ്റ് മാസ്റ്റർ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ജോലിപരമായും സാമൂഹ്യ ജീവി എന്ന നിലയിലും പ്രവർത്തിക്കാനായിട്ട് ഒത്തിരിയേറെ സഹായമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്, അല്ലേ? ഇനി അടുത്ത സെഗ്മെന്റ് നമുക്ക് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പ്രാധാന്യം. ആദ്യ ചോദ്യം ദീപാജിയിൽ തന്നെ, മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പ്രസക്തി എന്താണ്? ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇംഗ്ലീഷിൽ തുടങ്ങിയതാണല്ലോ ഒരു സംഭവം, ഇവിടെ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന് എന്താണ് പ്രസക്തി? മലയാളം ക്ലബുകൾ എങ്ങനെയാണ് ഒരു അതുല്യമായ പഠന അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ സഹായിക്കുന്നത്? അതാണ് ചോദ്യം. ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. പലരും സംശയം ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഇംഗ്ലീഷിലാണ് ഇപ്പൊ ഇത് സംസാരിക്കണമെങ്കിൽ ഇപ്പൊ അപർണ ഏതോ ഒരാള്, ഓക്കെ, രാഘവൻ സാർ ഏതോ ഒരാള്, ഓക്കെ, അല്ലാണ്ട് ആ ഒരു എന്താണ് മനസ്സിനോടുള്ള ഒരു ഹൃദയത്തിനോടുള്ള കണക്ഷൻ ഉണ്ടാവേത് ഈ മലയാളം സംസാരിക്കുന്ന ഒരു കാര്യം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ഭാഷ കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അത് എന്താ പറയാ, ചിന്ത ആദ്യം ചിന്തിച്ചിട്ട് ആ ചിന്തയിൽ നിന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പല ജഡ്ജ്മെന്റുകളും അവിടെ വരും, ഫിൽട്ടറിങ്ങും വരും. സോഷ്യൽ കോഴ്സിന് വേണ്ട എനിക്ക് എങ്ങനെ ഉയർന്നു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയും ആ ഫിൽട്ടറിങ്ങും അതിൽ വരും. പക്ഷെ ഹൃദയത്തോടുള്ള സംസാരമാണ് മാതൃഭാഷ. അമ്മയോട് സംസാരിക്കുന്ന മാതിരി ഒരു ഫിൽട്ടറിങ് ഇല്ല. പലപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഏതായാലും അങ്ങനെയാണ്. അപ്പോ ആ ഒരു സ്നേഹത്തോട് സംസാരിക്കണം, കരുണയോട് സംസാരിക്കണം, ദയയോട് സംസാരിക്കണം, അതാണ് മലയാളം. അപ്പോ അങ്ങനത്തെ ഗുണങ്ങൾ, ഒരു മനുഷ്യനാക്കുന്ന ഗുണങ്ങളാണ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ നിലനിർത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്താണ്, അതൊരു പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള മാനുഷികപരമായിട്ടുള്ള കാര്യമാണെന്ന് വെക്കാം. അത് ഔദ്യോഗികപരമായിട്ട് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾക്ക് രണ്ട് കടമ്പയാണ് നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം കാരണം ഹേർഡിൽസ് നമ്മൾ കടന്നു പോകേണ്ടത്. ഒന്ന് ആത്മവിശ്വാസം നേടുക, രണ്ടാമത് ഭാഷയിലുള്ള നൈപുണ്യം. അപ്പൊ ഒരു ഭാഷ അറിയാത്ത, ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾ ഇവിടെ വന്നു വിടുമ്പോൾ, പ്രത്യേകിച്ചും നമ്മളുടെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ വേറെ ഏത് പ്രവാസമായാലും UK-യിലെ US-ലെ എവിടെയായാലും അവിടെ ഭാഷ ഇല്ലാത്ത ഒരാൾക്ക് ആത്മവിശ്വാസം നേടിയെടുക്കാൻ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബിൽ പോയി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ആദ്യം മലയാളത്തില് സംസാരിക്കാൻ ആത്മവിശ്വാസം ഇല്ലായ്മ എന്ന കടമ്പ ചാടിക്കടന്നതിന് ശേഷം മംഗ്ലീഷില്, അല്ലെങ്കിൽ അത് മലയാളം ക്ലബ്ബുകൾ മുഴുവൻ ബൈലിംഗൽ ക്ലബ്ബുകളാണ്. അവിടെ മലയാളത്തില് പിന്നെ മംഗ്ലീഷില് പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കേരളത്തില് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വേറെ തരത്തിൽ കാണണം. ഇനി ഇതൊന്നുമല്ല, ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാനും ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മലയാളത്തിൽ സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഒരു വളരെയധികം പ്രൊഫഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ്. അവർക്ക് മലയാളം സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല. വീട്ടിലായാലും മക്കള് സംസാരിക്കാൻ നല്ല പോഷ് ഇംഗ്ലീഷിലായിരിക്കും, പാർട്ട്ണർ നമ്മളെ സ്പൗസ് സംസാരിക്കാൻ ഭയങ്കര ഇംഗ്ലീഷിലായിരിക്കും. മലയാളം എവിടെ കൊണ്ടുപോയിട്ട് സംസാരിക്കും? ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ വന്നാൽ മതി, മലയാളം ക്ലബ്ബിൽ വന്നാൽ മതി. അപ്പൊ 3 തരത്തില് നമുക്ക് മലയാളം ക്ലബ്ബുകളെ ഒരു സക്സസ്ഫുൾ ക്ലബ് ആക്കിയിട്ട് മാറ്റാം. PMs പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടുക. ഈ 3 കാര്യങ്ങളാണ് ഞാൻ എല്ലാവരോടും പറയാറ്. ഒന്ന്, മലയാളം സംസാരിക്കാനുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഭാഷ. രണ്ടാമത്, ആത്മവിശ്വാസം നേടിയതിനു ശേഷം ഭാഷയിൽ പ്രാവീണ്യം നേടുക. മൂന്നാമത്തത്, മലയാളത്തെ മലയാളമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം. ഈ 3 കാര്യങ്ങളും നമുക്ക് മലയാളം ക്ലബ്ബിൽ മാത്രമേ കിട്ടുള്ളൂ. തീർച്ചയായും അംഗീകരിക്കുന്നു. നന്ദി ദീപാജി. ഞാനും മലയാളം പഠിക്കാനാണ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തത്.
ഇന്നിപ്പോ ഇത്രയും നന്നായിട്ടല്ല ഒരുവിധം മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മൊത്തം ക്രെഡിറ്റ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഡിസ്ട്രിക്ട് 116 ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിനാണ് കൊടുക്കുന്നത് ഞാൻ. നാഗരാജൻ സാർ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ഇംഗ്ലീഷ് ക്ലബുകളിൽ നിന്ന് വ്യത്യാസമായി മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിൽ ചേരുന്നതിലൂടെ ഒരു അംഗത്തിന് എങ്ങനെയാണ് പ്രയോജനം ലഭിക്കുക? നല്ല ചോദ്യമാണ് ടോസ്റ്റ് മാസ്റ്റർ അപർണ. ഇന്നലെ ഫെബ്രുവരി 22-ാം തീയതി മാതൃഭാഷാ ദിനമായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, മലയാളികൾ തീരെ ഇത് ശ്രദ്ധിക്കാറില്ല. ഫെബ്രുവരി പക്ഷേ 21-നാണ് സർ ഇന്റർനാഷണൽ മദർ അതിന്റെ ലാംഗ്വേജ് ഡേ. അതെ, അതെ, ആ സംഭവമായിരുന്നല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് വളരെ രസകരമായൊരു ചോദ്യം നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് സദസ്യരോട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് അതിൽ നിന്ന് കിട്ടിയതാണ്, കൊള്ളാലോ ചോദ്യം എന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സംവദിക്കുന്നതും ആരോടാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സംവദിക്കുന്നതും ആരോടാണ്? സ്വയമാണ്. വളരെ ശരിയായ ഉത്തരം. അതാണ് അതിന്റെ ഉത്തരം. ദീപാജി അല്ലേ? അത് അതെ. നമ്മളോട് തന്നെയാണ്. ചിന്തകളിൽ കൂടെയും ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നമ്മളോട് ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുക. ഏത് ഭാഷയിലാ? മാതൃഭാഷയിൽ. ഇതാണ് ഇതിന്റെ കാതൽ. മാതൃഭാഷയിൽ മാത്രമാണ് നമ്മളോട് സംസാരിക്കുക. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിന് ചേരുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പ്രധാന കാര്യം പറയും, നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പഠിച്ചാലേ വാക്കുകൾ കൃത്യമായിട്ട് വരുള്ളൂ. സത്യത്തിൽ അത് അങ്ങനെ അല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ ഒരു പഴയ ഗ്രീക്ക് തത്വചിന്തകൻ ഹേറ്റോ ദ എൽഡർ എന്നിട്ടൊരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി വളരെ പ്രശസ്തമായിട്ട് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. അദ്ദേഹം പറഞ്ഞത്, ഗ്രാസ്പ് ദി സബ്ജക്ട്, വേർഡ്സ് വിൽ ഫോളോ. വിഷയം ഹൃദിസ്ഥമാക്കുക, വാക്കുകൾ അനുഗമിച്ചോളും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഹൃദിസ്ഥമാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ മാതൃഭാഷയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പൊ പറഞ്ഞ ടേബിൾ ടോപ്പിക് സ്പീച്ച്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തത്സമയ വിഷയ പ്രസംഗം, ഒരു വിഷയം കിട്ടുമ്പോൾ മാതൃഭാഷയിൽ ചിന്ത വളരെ വേഗത്തിൽ നടക്കും, വാക്കുകൾ തന്നെ വരുന്നു. കാരണം എന്താ? നമുക്ക് ആ വിഷയത്തെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. ആശയം പ്രകടിപ്പിക്കാൻ എന്തുകൊണ്ടും അത്യുത്തമം മാതൃഭാഷ തന്നെ. അതിന് വേറൊരു കാര്യമുണ്ട്. ഒരു നോട്ടം, ഒരു ചേഷ്ട, ഒരു ആംഗ്യം, ഇതിലെല്ലാം നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ ആശയവിനിമയം ചെയ്യാൻ പറ്റും. ചായ കുടിച്ചോ? ഇതിങ്ങനെ ആക്കി തോളങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇല്ല എന്നായി. അതുമല്ല, ഇത് തോള് പൊക്കാനും എന്നൊരു ഒച്ചെടുത്താൽ ഇല്ല എന്ന് വരും. കണ്ടില്ലേ? ഇനി അതും കണ്ണിങ്ങനെ അടച്ചു കാണിച്ചാൽ പോലും ഇല്ല എന്ന് വരും. ഇങ്ങനെ കാണിച്ചാലും ഇല്ല എന്ന് വരും. ഇതിനൊന്നും ഭാഷ വേണ്ട, പക്ഷെ നമുക്ക് മനസ്സിലാവും. അതാണ് ആ ചേഷ്ടകളുടെയും നോട്ടത്തിന്റെയും ആംഗ്യങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേകത. പണ്ടൊരു ചെറിയ കഥയുണ്ട്. സാമൂതിരിപ്പാട്, കോഴിക്കോട്. അദ്ദേഹം ഇംഗ്ലീഷ് ക്ലാസ് ട്യൂഷൻ പോയി പഠിച്ച മനുഷ്യനാണ്, മലയാളിയാണല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് ഭാഷാ പഠനം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത്രേ, ഓ കഠിനാണ്. CAT എന്ന് എഴുതിയിട്ട് കാറ്റ് എന്ന് ഉച്ചരിച്ചിട്ട് പൂച്ച എന്ന അർത്ഥം പറയണം. മലയാളമാണെങ്കിലോ പൂച്ച എന്ന് എഴുതിയിട്ട് പൂച്ച എന്ന് ഉച്ചരിച്ചിട്ട് പൂച്ചയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇതാണ് മലയാളത്തിന്റെ പ്രത്യേകത. തിരികെ അവതാരിക്കുന്നു. നന്ദി നാഗരാജൻ സർ, ഇത്ര നർമ്മപരമായി ഈ ചോദ്യത്തിന് ഏറ്റെടുത്ത് ആളുകളിൽ എത്തിച്ചതിന് നന്ദി. അടുത്ത ചോദ്യം രാഘവൻ സാറിനോടാണ്. രാഘവൻ സാർ, നിങ്ങൾ ഒത്തിരി മലയാള ക്ലബ്ബുകൾ തുടങ്ങി വെച്ചിട്ടില്ലേ? മലയാളം ക്ലബിനെയും ഇംഗ്ലീഷ് ക്ലബിന്റെയും കൂടി അംഗമാണ് നിങ്ങൾ. വ്യക്തമായി 3 പ്രയോജനങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്താണ് മലയാളം ക്ലബിന്റെ ഗുണം എന്നുള്ളത്? അതുകൂടാതെ മലയാളം ക്ലബ്ബുകൾ അംഗങ്ങൾക്കുള്ള വ്യക്തിഗത ആവിഷ്കാരത്തിനും സാംസ്കാരിക ബന്ധനത്തിനോ പിന്തുണ നൽകിയതിന്റെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ കൂടി നിങ്ങളെ കൂടെ ചേർത്ത് പങ്കുവെക്കൂ. മലയാളം ക്ലബ്ബുകൾ. ഓക്കെ, ഈ മലയാളം ക്ലബ്ബിൽ ഞാൻ ചേരാനുള്ള കാരണം ഞാൻ പറയാം. ആദ്യം ഞാൻ ഇംഗ്ലീഷ് ക്ലബ്ബിൽ ഒരു 3-4 വർഷം മെമ്പറായതിനു ശേഷം ഒരു ദിവസം ഇവിടെയുള്ള ഒരു സംഘടന, ഞാനുള്ള ഭാഗമായിട്ടുള്ള ഒരു സംഘടനയാണ്, അവർ എന്നെ ഒരു റിക്വസ്റ്റ് കൊണ്ടുവന്നു. ഇത് സ്വാതന്ത്ര്യ ദിനത്തിനോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു പ്രസംഗം നടത്തണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, ടോസ്റ്റ് മാസ്റ്റർ ആണല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം പറഞ്ഞതായിരുന്നു കുറച്ച് ഞെട്ടിക്കുന്നത്, എന്നാലും ഞാൻ അതും എടുത്തു. അതുകൊണ്ട് മലയാളത്തിലായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതും കുഴപ്പമില്ല, ഞാൻ മലയാളം മീഡിയമാണ്, അതുകൊണ്ട് നമുക്ക് മലയാളം ഒരു പ്രശ്നമല്ല. അവിടെ ചെന്ന് പ്രസംഗം തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, നമ്മൾ മലയാളത്തിലാണ് വീട്ടിൽ പറയണേ, ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ മലയാളത്തിലാണെങ്കിലും ഒരു പ്രസംഗ രൂപേണ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു. പിറ്റേ ദിവസം ഞാൻ ചെയ്ത കാര്യം, ഖത്തർ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ മെമ്പർഷിപ്പ് എടുത്തു. അന്ന് ഖത്തറിൽ ഒരേ ഒരു മലയാളം ക്ലബ്ബുള്ളൂ, അതിൽ മെമ്പർഷിപ്പ് എടുത്തു.
എന്നിട്ട് എടുക്കുന്ന സമയത്താണ് അവിടെ ചെന്നപ്പോഴാണ് മലയാളത്തിന്റെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. കാരണം ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിലും സ്കൂളിൽ അവിടുത്തെ മലയാളം കുറച്ച് കടുപ്പം കൂടിയ മലയാളമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വിചാരിച്ചു ഇത്രയും ലഘൂകരിച്ച മലയാളം പറയണ ഒരു മലയാളം ക്ലബ്ബ് തുടങ്ങാം. അങ്ങനെയാണ് രണ്ടാമത്തെ മലയാളം ക്ലബ്ബ് തുടങ്ങുന്നത്, ദോഹ മലയാളം. അവിടെ ഇപ്പൊ ദീപാജി നേരത്തെ പറഞ്ഞ പോലെ മംഗ്ലീഷ് പറയാം, മലയാളം പറയാം, ഇംഗ്ലീഷ് പറയാം, ഇംഗ്ലീഷിലുള്ള സ്പീച്ച് കൊടുക്കാം, അങ്ങനെ ഒരു മിക്സ്ഡ്. അപ്പൊ ഞാനിപ്പോ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും അങ്ങനത്തെ ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഒരു വിധത്തിൽ നല്ലതാണ്. 2 ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ബലമാണത്. കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം കൊടുക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കാം. അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള പ്രസംഗത്തിന്റെ നിങ്ങളുടെ പ്രാവീണ്യം കൂടും. അല്ല, മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് ശീലിക്കണമെങ്കിൽ മലയാളത്തിലും ശീലിക്കാം. അപ്പം മലയാളം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മാതൃഭാഷയാണെങ്കിലും എന്താണെങ്കിലും ഒരു പ്രസംഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതാണ് എൻ്റെ അനുഭവം. അത് തന്നെയാണ് എന്നോട് പലവരും പറഞ്ഞിരിക്കുന്നത്. ആ മലയാളം ക്ലബ്ബുകൾ എന്തായിരുന്നു രണ്ടാമത്തെ ഭാഗം ചോദ്യത്തിന്റെ പറഞ്ഞ? എങ്ങനെയാണത് അംഗങ്ങൾക്ക് അവരുടെ സെൽഫ് ഡെവലപ്മെന്റ് യൂസ് ആവുന്നത് എന്നുള്ളതായിരുന്നു. ആ മലയാളം ക്ലബ്ബുകൾ. അതെ, ഇതിപ്പോ ഞാൻ പറയുമ്പോൾ പലവരും ഇതിന് ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരുപാട് മലയാളികൾ ഗൾഫിലും അങ്ങ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും UK ഉള്ള മലയാളികൾ അവർ സ്വയം ഒരുപക്ഷെ ആദ്യം പോയ തലമുറ കുഴപ്പമില്ലാണ്ട് മലയാളം കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനുശേഷം വരുന്ന അവരുടെ മക്കള് മലയാളം ചിലവർ വീട്ടിൽ പറയുമായിരിക്കും, പക്ഷെ എന്നാലും മലയാളത്തിൽ ശരിയായി സംസാരിക്കാൻ അറിയാത്തവരുണ്ടായിരിക്കും. എൻ്റെ മകൻ തന്നെ ഖത്തറിൽ പഠിച്ച എൻ്റെ മകൻ ആദ്യം മലയാളം വളരെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ മാഷ് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷാണോ പറയാൻ ചോദിച്ചു. അപ്പം ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് അല്ല പറയാ, പക്ഷെ അവനത് ബുദ്ധിമുട്ടായിരുന്നു. അതൊരു മലയാള ഭാഷ പഠിക്കണമെങ്കിൽ ഒരു മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ അംഗമാവണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബാക്ക് ടു യു അപർണ. നന്ദി രാഘവൻ സർ. തീർച്ചയായും എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് സഭാകമ്പമുള്ളവർ, ദീപാജി പറഞ്ഞ പോലെ സഭാകമ്പമുള്ളവർ ആദ്യം മലയാളം ക്ലബിൽ അംഗമായിട്ട് ആദ്യം ഒരു സഭയൊന്ന് അഭിമുഖീകരിക്കാൻ പഠിക്കും. കാരണം നമുക്ക് മലയാളത്തിലാണല്ലോ ചിന്തിക്കുന്നത്, നാഗരാജൻ സാർ പറഞ്ഞ പോലെ. അപ്പൊ മലയാളത്തിലായിരിക്കും നമുക്ക് പറയാൻ എളുപ്പം. പിന്നെ അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് ക്ലബിലേക്ക് പോകുന്നതായിരിക്കും. ഇംഗ്ലീഷ് എന്തായാലും നമ്മളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ സ്റ്റേജ് ഫിയർ എന്ന ഒരു സംഭവം നമുക്ക് മാറ്റണമെങ്കിൽ ഭാഷയും കൂടി ഒരു വിലങ്ങായി നിന്നാൽ നമ്മളെല്ലാവരും കുറച്ച് വെള്ളം കുടിക്കും. അപ്പൊ ആദ്യമായിട്ട് മലയാളം ക്ലബിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ സെഗ്മെന്റും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നന്ദി ഓൾ പാനലിസ്റ്റ്. ഇനി അടുത്തത് ലാസ്റ്റ് സെഗ്മെന്റ്, നമ്മുടെ 3rd സെഗ്മെന്റ്, പുതിയ ക്ലബുകൾക്ക് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായോഗിക സ്ഥിതി വിവരക്കണക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ ചോദ്യം നാഗരാജൻ സാറിനോടാണ്. ഒരു പുതിയ മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ് ചാർട്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്ത് ഉപദേശമാണ് നൽകുന്നത്? നല്ല ചോദ്യം തന്നെയാണ് ടോസ്റ്റ് മാസ്റ്റർ അപർണ. മലയാളം ക്ലബ് എന്നല്ല, ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് ചാർട്ടർ ചെയ്യുമ്പോൾ മൊത്തത്തിലും ഉള്ളൊരു ഉപദേശമായിട്ട് എനിക്കൊരു ഉപദേശം പറയാനുണ്ട്. അത് ക്ലബ്ബ് ആരംഭിക്കുന്നത് ലളിതമാണ്, പക്ഷേ അത് നിലനിർത്തുന്നത് അങ്ങനെയല്ല. ആരംഭിക്കുന്നത് 20 അംഗങ്ങളോ കുറച്ച് പണവും ഒക്കെ സംഘടിപ്പിച്ച് അത് പെട്ടെന്ന് കഴിയും. പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അപ്പോൾ നമ്മൾ തന്നെ ഈ ചാർട്ടറിങ്ങിന്റെ ഭാഗമായിട്ട് ക്ലബില് 2 സ്പോൺസർമാർ, 2 മെന്റർമാർ, എൻ്റെ ഒരു അനുഭവത്തിൽ 2 ഭാഷാസ്നേഹികളായിട്ടുള്ള ക്ലബ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു 6 പേര് ഈ ക്ലബിന് 2 വയസ്സാകുന്നവരെ കൂടെ നിന്നേ പറ്റൂ. ഇത് പറയുന്നത് ആദ്യത്തെ 6 മാസം നിന്ന മെന്ററുടെ പരിപാടി കഴിഞ്ഞു അയാളുടെ ക്രെഡിറ്റ് മേടിച്ചു പോകുന്നതാണ് നമ്മൾ പൊതുവെ കണ്ടത്. ശരിയല്ല. നമ്മുടെ ഒരു ശിശുവായിട്ട് ഇവനെ കണ്ട് ആ ശിശു ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വന്തം കാര്യമേ 2 ചുവട് നടന്നത് കാണുന്നത് ഒരു മാതാപിതാക്കൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. ഇങ്ങനെ കണ്ടായാലും ക്ലബ്ബ് ചാർട്ടർ ചെയ്യാൻ നേരത്ത് ദയവായി ഇത് ശ്രദ്ധിക്കണം. തുടങ്ങിയിട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. അമ്മത്തൊട്ടിലിൽ കൊണ്ടുവന്നിട്ട കുട്ടി എന്ത് ചെയ്യാനാ? അവർ വളർത്തും, അതില്ലെന്നല്ല. പക്ഷേ നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു വാത്സല്യവും ഇത് ആവശ്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്, പുതിയ അംഗങ്ങൾ പ്രത്യേകിച്ചും ക്ലബിൽ ചേർന്നുമ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചറിയണം. പൊതുവെ നമ്മുടെ കാര്യപരിപാടികൾക്ക് എല്ലാം ഒരു ചട്ടക്കൂടുണ്ട്, പക്ഷെ എല്ലാവർക്കും തയ്യാറാക്കിയ പ്രസംഗങ്ങളായിരിക്കില്ല വേണ്ടത്. എനിക്ക് അനുഭവത്തിൽ എൻ്റെ അവിടെ ഒരു അതിഥി വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തത്സമയ വിഷയ പ്രസംഗമാണ് എനിക്കതിൽ പ്രാഗൽഭ്യം നേടേണ്ടത്. ഓഫീസിൽ സംസാരിക്കാം, MD ചോദിക്കുമ്പോൾ സംസാരിക്കാം, 2 മിനിറ്റ് കൊണ്ട് ഓപ്പണിംഗ്, ബോഡി, കൺക്ലൂഷൻ, ആരംഭം, തുടക്കം, ഒടുക്കം, മധ്യഭാഗമുള്ള പ്രസംഗം കിട്ടിയാൽ ഭംഗിയായി. അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ
അയാൾക്ക് തയ്യാറാക്കിയ പ്രസംഗത്തിനോട് താല്പര്യമില്ല. അത് കണക്കാക്കി നമ്മൾ ഇദ്ദേഹത്തെ അത്തരം പരിപാടികളിൽ കൂടുതൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അദ്ദേഹം നിർത്തിപ്പോവും. അങ്ങർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റണ്ടേ. ഇത് നമ്മുടെ മെന്റോർ എന്ന് നമ്മളെ പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനമുണ്ടല്ലോ. ആ മെന്റർ പ്രത്യേകിച്ചും ചോദിച്ചറിയണം താങ്കൾക്ക് എന്താണ് വേണ്ടത്, അത് കിട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല. ചുരുക്കത്തിൽ പിന്തുണ നൽകുക, സപ്പോർട്ട്, അത് കാര്യമായിട്ട് വേണം. അത് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ ക്ലബ് ചാർട്ടറിന് വരാവൂ എന്നുള്ളതാണ് എൻ്റെ ഉപദേശം. ശരിക്കും അവതാരക. നന്ദി സർ. തീർച്ചയായും ആദ്യമായിട്ട് വേണ്ടത് ചാർട്ടർ ചെയ്യുന്ന ആൾക്ക് ഒരു 2 വർഷമെങ്കിലും അതിനെ നോക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഏരിയ ഡയറക്ടർക്ക് എല്ലാവരും ഒരു ഫോഴ്സ് ചെയ്യുന്നതാണ്, നിങ്ങൾ ക്ലബ്ബ് തുടങ്ങിയേ മതിയാവുള്ളൂ എന്നുള്ളത്. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് പറ്റുമോ ഇല്ലയോ, നമ്മൾ ദീർഘവീക്ഷണത്തോടെ വേണം നമ്മളിത് ചെയ്യേണ്ടത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ എല്ലാ ക്ലബ്ബും മെമ്പർ ഇൻട്രസ്റ്റ് സർവേ ചെയ്യേണ്ടതാണ്. മെന്റേഴ്സും അവരുടെ മെന്റീസിനോട് ചോദിച്ചറിയേണ്ട നല്ല നല്ല ഉപദേശങ്ങളാണ് തന്നത്. നന്ദി, വളരെ നന്ദി സർ. അടുത്ത ചോദ്യം രാഘവൻ സാറിനോടാണ്. മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിൽ ചേരുന്നവർക്ക് എങ്ങനെ അവരുടെ ഭാഷാ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുവാനും ആത്മവിശ്വാസവും വളർത്താനും കഴിയും? ഇതിൻ്റെ അകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന് ഭാഷാ വൈദഗ്ധ്യം, രണ്ടാമത്തെ ആത്മവിശ്വാസം. ഇതിൻ്റെ അകത്ത് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നമ്മൾ സാധാരണ പറയുക ആത്മവിശ്വാസം ശരിയാണ്, അത് സംസാരിക്കാനുള്ള ഒരു മിടുക്കും കഴിവും ധൈര്യവും അത് വളർത്തുക ടോസ്റ്റ് മാസ്റ്റേഴ്സ് ചെയ്യും. ഭാഷ, പലവരും എന്നോട് ഇംഗ്ലീഷ് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ ചോദിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ മലയാളം പഠിപ്പിക്കുമോ ചോദിച്ചാൽ മലയാളം പഠിപ്പിക്കില്ല. പക്ഷേ പറഞ്ഞ് നമ്മുടെ മലയാളം നന്നാവും, അത് ശരിയാണ്. അതുകൊണ്ട് ഇവിടെ ഖത്തറിലുണ്ടായിരുന്ന മലയാളം ക്ലബ്ബുകളിൽ ഒരുപക്ഷെ അത് മറ്റുള്ള രാജ്യങ്ങളിലുള്ള ക്ലബ്ബിലും ഇതേ ഡിസ്കഷൻ ഉണ്ടായിരിക്കാം. മലയാള ഭാഷ അല്ലെങ്കിൽ മലയാള പ്രസംഗം ചെയ്യുമ്പോൾ ഇത്ര കടുകട്ടി മലയാളം വേണോ? ആൾക്കാർക്ക് മനസ്സിലാവാത്തതും എല്ലാവർക്കും ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടുത്ത് തപ്പട്ടി അർത്ഥം തപ്പണ്ടി വരുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കണമെന്നുള്ള മലയാളത്തിലുണ്ട്. ഈ എന്താ പറയുക, ശശി തരൂരിൻ്റെ പോലത്തെ വാക്കുകളൊക്കെ പറയാവുന്ന കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ള ഒരു വലിയൊരു ഡിസ്കഷനാണ്. അപ്പോൾ അതും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അധികവും പറയണ ശുദ്ധമായ മലയാളം, പക്ഷേ സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രസംഗം നടത്തുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ എനിക്ക് അതിലും കടികെട്ടി വാക്കുകൾ അറിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ പലവരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ദോഹ മലയാളം ക്ലബ്ബിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ വെച്ച് ഒരു പ്രസംഗിക അത് വാക്ക് മറന്ന് അതിൻ്റെ സാർ ഇതിൻ്റെ ഈ വാക്കിൻ്റെ മലയാളം എന്താ എന്ന് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇംഗ്ലീഷ് വാക്ക് വന്നു, മലയാളം വാക്ക് വന്നില്ല വായല്. അപ്പോൾ ഞാൻ പറഞ്ഞു അതന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളിവിട്ടു. അപ്പോൾ അതന്നെ ആ വാക്ക് ഉപയോഗിച്ചോളാം ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭാഷ നമ്മൾ എത്രത്തോളം ചാമ്പ്യൻ ആവണം, അത് എൻ്റെ അഭിപ്രായത്തിൽ അത് സ്വമേധയാ ആവും, അത് കുറച്ച് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ആത്മവിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറയാനും ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്ന് 4 വാക്ക് പറയാന്ന് പറഞ്ഞാൽ ആ ഒരു ധൈര്യം കിട്ടണത് തീർച്ചയായും മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന് മലയാളത്തിൽ പറയാനുള്ള ഒരു ധൈര്യം ആൾക്കാർക്ക് കൊടുക്കും. അത് ലഘുവായ ഭാഷയായാലും വെറുതെ കടുകട്ടി ഭാഷ ഉപയോഗിക്കേണ്ട, ചെറിയ ഭാഷകൾ പറഞ്ഞ് പിന്നെ പതുക്കെ പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഞാനും അംഗീകരിക്കുന്നു ഈ കാര്യത്തിനോട്. കാരണം ആദ്യം ടോസ്റ്റ് നമ്മൾ പല പ്രാദേശിക ഭാഷകളാണ്, നമ്മൾ മലയാളത്തിലായാലും പല ഭാഷകളുണ്ടല്ലോ. കണ്ണൂർക്കാരുടെ ഭാഷയല്ലല്ലോ തൃശ്ശൂർക്കാരുടെ ഭാഷ, അതുപോലെ എല്ലാവരും തിരുവനന്തപുരക്കാരുടെ ഭാഷ, പല ഭാഷകളിലാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. പക്ഷെ അതേ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും എന്ത് ഭംഗിയായിട്ടാണ് പിന്നെ അവരവരെ പ്രാദേശിക സ്ലാങ് അങ്ങനെ ടോട്ടലി മറന്ന്, കാരണം നമ്മൾ പരസ്പരം കേട്ട് പഠിക്കുകയാണല്ലോ, നമ്മളത് പഠിക്കുന്നുണ്ട്. തീർച്ചയായും അത് നമുക്കൊരു നല്ലൊരു അവസരമാണ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത്. നന്ദി രാഘവൻ സാർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാനൽ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനുള്ള വേളയാണ്. ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ ദ പാർട്ടിസിപ്പൻസ്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദ്യം വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ചാറ്റ് ബോക്സിൽ ആരും ചോദ്യങ്ങൾ ഇട്ടിട്ടില്ല അല്ലേ? ഒന്നും കാണാനില്ല എനിക്ക് ചോദ്യങ്ങൾ. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അപർണ തന്നെ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങി കൊടുക്കും. എല്ലാവർക്കും മനസ്സിലായി എന്നർത്ഥം. പിന്നെ അധികം
വേണ്ടെങ്കിൽ ദീർഘിപ്പിക്കേണ്ട, 1 മണിക്കൂറിലും കൂടുതലായില്ലേ ഇപ്പോൾ ആൾക്കാർ അതെ. ലീഡേഴ്സിനോട് എനിക്ക് എൻ്റെ പേര് ടോസ്റ്റ് മാസ്റ്റർ നജീബ്, സൗദി അറേബ്യയിൽ നിന്നാണ്. ജുബൈൽ മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ഇതുവരെ പ്രതിപാദിപ്പിക്കാത്ത ഒരു വിഷയമാണ്. നമ്മുടെ ടോസ്റ്റ് മാസ്റ്ററിൽ നമുക്ക് അംഗങ്ങളാവുന്നതിന് പ്രത്യേകിച്ച് ഒരു ഫീസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളെക്കാട്ടി കൂടുതലാണ് ഇപ്പോഴത്തെ നിലവിലെ ഫീസ്. ആ ഒരു ഫീസ് നമ്മളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ചെറുതായിട്ടൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടോ? അതുകൊണ്ട് എന്താണ് നമുക്ക് അതിനു വേണ്ടി ചെയ്യാൻ കിട്ടുന്നത് എന്നൊന്ന് വിവരിക്കാമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നജീബ് ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? എനിക്ക് ആരാ? തോന്നുന്നത് നാഗരാജൻ സാറാണെന്ന് തോന്നുന്നു. ശരി നജീബ്, ഞാൻ ആ ഉത്തരം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറയാം. ഓക്കെ. ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലില് വർഷങ്ങളോളം പരിചയമുള്ള പല ടോസ്റ്റ് മാസ്റ്റർമാരും കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുന്നത്, നമ്മുടെ സംഘടന കൂട്ടിയ ഫീസ് ഇതുവരെ കുറച്ച ചരിത്രമില്ല. ഇനി എത്ര ബഹളം വെച്ചാലും ഇന്നേ വരെ റോൾ ബാക്ക് എന്ന് പറയുന്ന പരിപാടി ഇവർ ചെയ്തിട്ടില്ല. ഇപ്പം ഇതിനകത്ത് മുതിർന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സ് പലപ്പോഴും അവർ ജോയിൻ ചെയ്തപ്പോൾ $32 ഒക്കെ ആയിരിക്കും. ഞാനൊക്കെ വന്നപ്പോൾ 45 തന്നെയാണോ അതോ 32 ആണോ എന്ന് സംശയമുണ്ട്. അത് കഴിഞ്ഞ് രാഘവൻ സാറ് ചിലപ്പോൾ 32 അടച്ചിട്ടുണ്ടോ സാറേ? 45-ന് മുമ്പ് അത് കൂട്ടി 45 വന്നപ്പോഴും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ലോകത്തുണ്ടായിരുന്നു. ഇന്നും ഒരു കാര്യം ഉണ്ടായില്ല. അവർ പറയുന്നത് ഇത് ലോകത്തിന്റെ ഇതനുസരിച്ച് മുന്നോട്ട് പോകും. അന്നും നമ്മൾ പറയാറുണ്ട്, തേർഡ് വേൾഡ് കൺട്രീസ്, 3ാം ലോക രാജ്യങ്ങളായ നിങ്ങളുടെ ഡോളർ തമ്മിലുള്ള വില നോക്കൂ, GDP നോക്കി ഫിക്സ് ചെയ്യൂ. ഒരു കാര്യവും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. അത് കൂടാതെ ഇപ്പോൾ നജീബ് പറഞ്ഞ ചോദ്യം, നിങ്ങൾ ഭാഗ്യത്തിന് ഒന്നുമില്ലെങ്കിലും പ്രവാസിയാണ്, ഗൾഫ് രാജ്യത്താണ്. ഇന്ത്യയിലുള്ള ഞങ്ങളുടെ സ്ഥിതി കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ അവിടെ GSTയും കൂടി തുടങ്ങി. $60 കൂടാതെ ഒരു 18% കൂടി വന്ന് $70.80 ഞങ്ങൾ ഒരു അർദ്ധവാർഷികത്തിന് കൊടുക്കേണ്ട US ഡോളറിന്റെ നിരക്ക്. ഒന്ന് നജീബ് ആലോചിച്ചു, ഇതെങ്ങനെ പറ്റും? തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇത് ബാധിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മാത്രമല്ല, ലോകം മുഴുവനും ഈ അംഗത്വ ഫീസിന്റെ വർധനയിൽ അംഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ക്ലബ്ബുകളുടെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്. അത് കണ്ണടച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ പ്രസ്ഥാനം പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഏത് കാലത്തും ഉള്ളതാണ്. ഇതിൻ്റെ യഥാർത്ഥ മൂല്യം അറിയുന്നവന് ഇതൊരു വിലയേ അല്ല. അതിന് നമ്മൾ പലപ്പോഴും ഇതുപോലെ നമ്മുടെ കൂട്ടത്തിലെ ഗസ്റ്റുകൾ കുറവുള്ളൂ, അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല സാധനങ്ങൾക്ക് നല്ല വില. നിങ്ങൾ ശിവ് ഖേര എന്ന് പറഞ്ഞൊരു പബ്ലിക് സ്പീക്കറെ, അതിൻ്റെ ഒരു ആചാര്യനാണ് അങ്ങേര്. നിങ്ങൾ വിമാനയാത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം പോലും പുള്ളിയുടെ പരസ്യം കാണും. ഒരു കാര്യം നിങ്ങൾ അറിയാമോ? ഒരു ദിവസത്തെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന് $1000 അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. ഒറ്റ ദിവസത്തെ കോഴ്സാണ്. അതിൽ എന്ത് പഠിക്കാനാ ചോദിക്കണില്ല. ഇത് നിങ്ങൾ 6 മാസം, നിങ്ങൾക്ക് പ്രതിവാര യോഗമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആഴ്ചയിൽ 1 വീതം യോഗം ഉണ്ടല്ലോ, 6 മാസം എത്ര യോഗം ഉണ്ടാവും? അതിന് നിങ്ങൾ കൊടുക്കുന്നത് ഈ $60 അല്ലേ? അല്ലെങ്കിൽ അതിന് തത്തുല്യമായ നിങ്ങളുടെ നാട്ടിലെ പണമാണല്ലോ. അത് വെച്ച് ഹരിച്ചു നോക്കിയാൽ ഇതൊരു വിലയേ അല്ലെന്ന് വരും. എന്നിട്ട് സ്വയം നമ്മളോട് പറയണം നല്ല സാധനത്തിന് നല്ല വില. അതാണ് എൻ്റെ മറുപടി. മറ്റ് പാനൽ അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാവുന്നു. നന്ദി നജീബ്. നന്ദി നാഗരാജൻ സാർ. നന്ദി നജീബ്. ചോദ്യത്തിന് വളരെ ഭംഗിയായിട്ട് തന്നെ നാഗരാജൻ സാർ ഉത്തരം പറഞ്ഞു. ടോസ്റ്റ് മാസ്റ്റർ മറ്റ് പബ്ലിക് കോഴ്സുകളെക്കാളും മറ്റ് പബ്ലിക് കോഴ്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കൂടിയാണ് നാഗരാജൻ സാർ ഇപ്പൊ തന്നിരിക്കുന്നത്. നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മാഡം, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചു. ഇപ്പോൾ സാറ് പറഞ്ഞ ഉത്തരം ഇപ്പോൾ നമ്മുടെ സംഘടന ഒരു GM to ജാനിറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് ഈ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റിയാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിന്, എൻ്റെ ക്ലബിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ ഡബിൾ ആൾക്കാരെ എനിക്ക് അംഗങ്ങളാക്കാൻ പറ്റുമെന്നുള്ള ഒരു പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ആ തരത്തിൽ കൂടി നമ്മുടെ സംഘടന ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. എന്തായാലും സാറിന്റെ ഉത്തരത്തിന് നന്ദി. നജീബ് ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇത് പറഞ്ഞ പോലെ ശരിയാണ്, എല്ലാവർക്കും ഇത് ഫൈനാൻഷ്യലി എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഗൾഫിലാണെങ്കിലും അത് ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും പണം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യാവുന്നത്, ഞാൻ ഇവിടെ ഖത്തറിൽ കണ്ടിട്ടുള്ളത് പല ക്ലബ്ബുകളും ചെയ്യുന്നത്, പണ്ട് ഒരുപക്ഷെ അവർ നല്ല വലിയ വില കൂടിയ ഹോട്ടലുകളിലൊക്കെ നടത്തിയിരുന്ന മീറ്റിംഗ് അവരിപ്പോൾ ക്ലബ് ഹൗസുകളിലേക്ക് മാറ്റി, അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് മാറ്റി. ആ വക കോസ്റ്റുകൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ TIയുടെ ഫീസ് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്
ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, നാഗരാജൻ സാർ പറഞ്ഞ എക്സ്പ്ലനേഷൻ കറക്റ്റാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഫ്രിൽസ് കുറയ്ക്കാൻ പറ്റുമോ, അതൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ചിലവ് ചായയും എന്തെങ്കിലും ഒരു കടിയും വടയോ പഴംപൊരിയോ അതിലൊതുക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ വലിയ വലിയ ഹോട്ടലിൽ പോയി നടത്തുന്നതിന് പകരം അല്ല. അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയാണ്. പല ക്ലബ്ബുകളും ഖത്തറിൽ ചെയ്യണ കണ്ടു. ഇൻഫാക്ട് ഇവിടെ ഇപ്പോൾ ഖത്തറിൽ ഒരു കൺസെപ്റ്റും കൂടെ വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു മനുഷ്യൻ ഒരു ബിസിനസ് സെന്റർ നടത്തുന്ന ഒരാൾ, അദ്ദേഹം ആളുടെ മീറ്റിംഗ് റൂം ഫ്രീ ആയി തരുന്നുണ്ട്. മനസ്സിലായ? നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ മീറ്റിംഗ് നടത്താൻ. കാരണം അദ്ദേഹത്തിനും അതിൻ്റെ അകത്തൊരു ക്ലബ്ബുണ്ട്, ഒരു മലയാളം ക്ലബ്ബുണ്ട്. ആ മലയാളം ക്ലബിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം വളരെ നല്ല മനസ്സോടുകൂടെ നല്ല ക്ലബ്ബുകൾക്കും എല്ലാ ക്ലബ്ബുകൾക്കും അപ്പോൾ നമ്മൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് ഫ്രീ ആയി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൂടെ ചിലവ് ഞാൻ പറഞ്ഞില്ലേ ഈ ചായയുടെയും ഒരു കടിയുടെയും മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും കോസ്റ്റ് കട്ടിങ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്ത്. നമ്മൾ കൂടുതൽ ശ്രമിച്ചാൽ ആഡ് നടക്കില്ലല്ലേ? ചെയ്യണമെങ്കിൽ പറയാനുള്ളത് ഇതാണ്. നമ്മൾ അതിന്റെ മൂല്യം നമ്മളുടെ മെമ്പറായിട്ട് വരാൻ പോണ ആൾക്കാർക്ക് അതിന്റെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇത്രയധികം റിസോഴ്സസ് ഉള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ വേറെ ഏത് രീതിയിൽ കിട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം. ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിന് പോവുകയാണ്, പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന് പോവുകയാണ്, 5 ദിവസത്തെ കോഴ്സ് അല്ലെങ്കിൽ 7 ദിവസത്തെ കോഴ്സ്, എങ്ങനെയായാലും 5,000 ദിർഹം അല്ലെങ്കിൽ 10,000 ദിർഹം അതിന്റെ അവരുടെ പേരനുസരിച്ചിട്ട് ഗുഡ് വിൽ അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ, അതിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. ആ ഇത് ആണ് നമ്മൾക്ക് ഇവിടെ 200 ദിർഹം അല്ലെങ്കിൽ $60 നമുക്ക് 6 monthsന് കിട്ടുന്നത്. ആദ്യത്തെ ആ ഒരാഴ്ച പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പേര് പറയും, പരിചയപ്പെടുത്താൻ 1 or 2 അല്ലെങ്കിൽ 30 seconds to 1 minute കിട്ടും. പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാം, 1 minute ഒക്കെ. 5 ദിവസവും ചിലപ്പോൾ 5 minute അല്ലെങ്കിൽ 10 minute, മാക്സിമം അരമണിക്കൂർ നമ്മൾ സംസാരിച്ചേക്കാം. ഇവിടെ ഫുൾ ടൈം 2.5 മണിക്കൂർ എന്നുള്ളത് 10 minute 15 minute നമ്മൾ തന്നെയാണ് സംസാരിക്കുന്നത്. സംസാരിക്കാനുള്ള പരിശീലനം ലഭിക്കണമെങ്കിൽ ടോസ്റ്റ് മാസ്റ്ററിൽ വരണം എന്നുള്ള സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VP മെമ്പർഷിപ്പിന്റെ അല്ലെങ്കിൽ എല്ലാ എക്സ്കോമിനും പരിശീലനമാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചാലഞ്ചുകൾ വരുമ്പോഴാണ് നമ്മളെ സ്വയം വെല്ലുവിളി ഏറ്റെടുത്ത് അത് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അത് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ആത്മവിശ്വാസം കിട്ടുള്ളൂ. വെറുതെ ഈസി ആയിട്ട് ഒരു പ്രോഗ്രാമിൽ ഡബിൾ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പരിശീലനം കിട്ടുന്നത്? ചാലഞ്ച് വേണ്ടേ? അപ്പൊ ആ പുറത്ത് നിൽക്കണ ഫീസ് കൊടുക്കാൻ തയ്യാറായിട്ട് ഇല്ലാത്ത ആൾക്കാരില്ലേ, കുറച്ച് ഫീസ് കുറച്ചാൽ ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ, ആ 20 ആൾ ഇന്നെ വിളിക്കും, തന്നെ വിളിച്ചിട്ട് അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ, പറഞ്ഞിട്ട് അറിയിക്കാൻ പറ്റില്ല. നോബൽ പ്രൈസ് കിട്ടുന്നതിന് പോലും അത്രയും സന്തോഷം ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കും. നന്ദി ദീപാജി, നന്ദി രജീവ്. റിസോഴ്സ് സാറിന് ചോദ്യം ചോദിക്കാനുണ്ട്. യെസ് സർ. കേൾക്കണില്ല ശബ്ദം. സാറേ ഇയർഫോൺ മാറ്റി നോക്കൂ, കേൾക്കുന്നില്ല. കേൾക്കണില്ല. ഞാൻ ചോദ്യമല്ല ചോദിക്കുന്നത്, ഒരു ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പറയൂ റിസോഴ്സ് ആയി. ടോസ്റ്റ് മാസ്റ്റർ ലോകം എനിക്ക് സമ്മാനിച്ചത് സത്യം പറഞ്ഞാൽ പ്രഭാഷണത്തിന്റെ ചാതുര്യമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഓരോന്ന് ഒരു യോഗത്തിലായാലും അല്ലെങ്കിൽ മറ്റ് ടോസ്റ്റ് മാസ്റ്ററിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളിലായാലും അതല്ല എന്നെ പഠിപ്പിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നന്മ പരിശീലിക്കാനുള്ള ഒരവസരം കൂടിയാണ്, ഇഷ്ടം പോലെ. അതുപോലെ പഠിക്കാൻ ഇതിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. എഞ്ചിനീയറായ രാഘവൻ സാറും പിന്നെ എഞ്ചിനീയർമാരായിട്ടുള്ള നാഗരാജൻ, അതുപോലെ ദീപാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലെ നിയന്ത്രിതാക്കളായ ആളുകൾ, അപർണ രനീഷ്, ഇവരൊക്കെ തന്നെ അങ്ങേറ്റ കഴിവുള്ളവരാണ്. പക്ഷെ അത്ര തന്നെ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത എനിക്കും അവരുടെ ഒരു സമഭാവന എനിക്ക് നൽകുന്നുണ്ട് ഈ ടോസ്റ്റ് മാസ്റ്റർ. ഞാൻ അതിനാണ് വിലമതിക്കുന്നത്. മാത്രമല്ല അവകാശം, എനിക്ക് രാഘവൻ മേനോട് പിന്നെ മത്സരിക്കാൻ കഴിയും. പ്രസിഡന്റായിട്ടായാലും ഡയറക്ടർമാരാവാനൊക്കെ ഉള്ള മത്സരങ്ങളുണ്ട്. അതിൽ എനിക്ക് തുല്യതയാണ്. അവിടെ മറ്റൊന്നും സ്വാധീനിക്കുന്നില്ല, തുല്യ സ്വാതന്ത്ര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നന്മ ഇത്. ഇപ്പോൾ അപർണ രനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി റസൂൽ സലാം എന്ന് പറയുന്ന സൗദി അറേബ്യയിലുള്ള ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുകയാണ്, പിന്നെ പ്രിയ റസൂൽ സലാം, എൻ്റെ ഒരു സുഹൃത്ത് സൗദി അറേബ്യയിലേക്ക് മാറ്റം മാറി വരുന്നുണ്ട്, അവരെ ഒന്ന് സഹായിക്കണേ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും അവരുടെ താമസം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ താങ്കൾക്ക് ഇടപെടാൻ പറ്റുന്നു. എനിക്ക് ഉറപ്പാണ് പിന്നെ അപർണ രനീഷ് സംതൃപ്തയായിരിക്കും. കാരണം എൻ്റെ ഇടപെടലുകൾ അങ്ങനെയായിരുന്നു. അവരുടെ മെസ്സേജ് വന്നില്ല
ഞാൻ പിന്നെ ആ കക്ഷികളുമായിട്ട് ഇടപെടാൻ തുടങ്ങി. അവർക്ക് സ്കൂൾ കാര്യങ്ങൾ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ഇങ്ങനെ സാമൂഹ്യ ബോധം പ്രാവർത്തികമാക്കാനുള്ള അവസരം ടോസ്റ്റ് മാസ്റ്റർ ഇഷ്ടം പോലെ തരുന്നുണ്ട്. നമ്മൾ തന്നെ ഈ ഞങ്ങളുടെ പിന്നെ മീറ്റിങ്ങുകൾ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ആവാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അതുപോലെ ടീ ബ്രേക്ക്, അവിടെയാണല്ലോ നമുക്കൊന്ന് കുശലം പറയാനും ഒക്കെ പറയാം. കുട്ടികളുടെ കാര്യം, മറ്റേ നിങ്ങളുടെ കാര്യം, മകൾ പ്രസവിച്ചു എന്നൊക്കെ ഉള്ള ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവിടെയാണ്. അതുപോലെ പ്രസംഗിക്കൂ, എന്താ മടി, നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ സഹായിക്കാൻ. അതുപോലെ ടോസ്റ്റ് മാസ്റ്റർ ലോകത്ത് നടക്കുന്ന സഹായങ്ങൾ പറയാൻ വയ്യ. ഇപ്പൊ ജോർജ് മേലാടൻ സാറ് പിന്നെ ഞങ്ങളുടെ ക്ലബിൽ എനിക്ക് തോന്നി നമുക്ക് എന്തുകൊണ്ട് ഡിബേറ്റുകൾ നടത്തിക്കൂടാ. അപ്പൊ ഡിബേറ്റിന്റെ ശാസ്ത്രം, എങ്ങനെ ഡിബേറ്റുകൾ നടത്താം, അതിൽ ഓരോ പ്രാസംഗികന്റെ ഉത്തരവാദിത്വം എന്താണ്, സമയനിയന്ത്രണം എന്താണ്, അവിടെ പാലിക്കപ്പെടേണ്ട മര്യാദകൾ എന്താണ്, ഇതൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ച ആളാണ്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. നാഗരാജൻ സാറിന്റെ ഒക്കെ മീറ്റിംഗിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രസമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യമല്ല, ഉത്തരമാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. നമ്മുടെ ഗസ്റ്റുകളായിട്ട് കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഷോന, ആർ യു സ്റ്റിൽ ഉണ്ടോ? ഇവിടെ ഉണ്ടോ ഷോന? ഇവിടെ ഉണ്ടോ? ഉണ്ട്. സിറിൻ ഫാസ്റ്റിംഗ്, അതുകൊണ്ട് സിറിൻ ലീവ് ചെയ്തു. ഓക്കെ, ഫാസ്റ്റിംഗ് ആണ്, കുഴപ്പമില്ല. ഷോനക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? പുതിയ ക്ലബ്ബ് നമുക്ക് തുടങ്ങിക്കൂടെ സൗദിയില്? നോക്കാം. അപ്പൊ ക്ലബ്ബ് തുടങ്ങാൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ക്ലബ്ബ് എങ്ങനെയാ തുടങ്ങേണ്ടതെന്നുള്ള, എത്ര അംഗങ്ങൾ വേണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാനലിസ്റ്റ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു തരും. പേര് പോലെ എങ്ങനെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ജോർജ് മേലാടൻ സാറിന്റെ ഒരു ചോദ്യം ചാറ്റ് ബോക്സിലുണ്ട്. അപർണ. ജോർജ് സാർ സ്വയം ചോദിച്ചോളൂ. എവിടെയും കാണില്ല. ഒരു സെക്കൻഡ്, എനിക്ക് കാണാലോ. ഒറ്റ മിനിറ്റ്. എനിക്ക് രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ ചോദിക്കാനാണ് ഉദ്ദേശിച്ചത്. മിനിമം ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ടു ജോയിൻ ഇൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്. ഹു ക്യാൻ ജോയിൻ ഇൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്? ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ? അത് വേണ്ട എന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മുടെ റിസോഴ്സ് സാർ പറഞ്ഞു കഴിഞ്ഞു. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഹു ക്യാൻ ജോയിൻ ഇൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്? അപ്പം ഇതിന്റെ ഉത്തരം ആരാണ്? ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. 18 വയസ്സ് ആവണം. അല്ലെങ്കിൽ ഗാവൽ ക്ലബിൽ പോകണ്ടേ? അത് ശരിയാണ്. പിന്നെ മറ്റ് വിവേചനങ്ങളൊന്നും ഇല്ലെന്നാണ് റസൂലിക്ക നമ്മളോട് പറഞ്ഞത്. ജാതിമത ഭേദങ്ങളോ അല്ലെങ്കിൽ പണ്ഡിതൻ പാമരനോ കുബേര കുചേല വ്യത്യാസോ ഇതൊന്നുമില്ലാതെ എല്ലാവരെയും സമഭാവന. അത് റസൂൽ സാർ പറഞ്ഞത് അക്ഷരത്താണ്. ജാനിറ്റർ ടു സയന്റിസ്റ്റ് എന്ന് നജീബ് പറഞ്ഞ പോലെ എല്ലാവരും ഉള്ള ഒരേ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നത് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ മാത്രമാണ്. പിന്നെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇത് പറയാത്ത ക്വാളിഫിക്കേഷൻ ആണ്. ഈ പ്രസ്ഥാനത്തിലെ ഫീസും അടച്ച് ചേർന്ന് കഴിഞ്ഞാലൊന്നും വ്യക്തിത്വ വികസനമൊന്നും പെട്ടെന്നുണ്ടാവില്ല. നമ്മൾ അതിലിടുന്ന, നമ്മൾ പറയാറില്ലേ, നമ്മുടെ ആ എഫേർട്സ് ഉണ്ടല്ലോ, അതിലുള്ള പരിശ്രമങ്ങൾ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ നേട്ടം. അത് ഇതെന്നല്ല, ലോകത്തിലെ എല്ലാം അങ്ങനെയാണ്. എത്ര പരിശ്രമിക്കുന്നോ അത്രയും വേഗം നമുക്ക് ഇതിൽ നിന്ന് ഉള്ള ഫലങ്ങൾ ഭക്ഷിച്ചു തുടങ്ങാൻ പറ്റും. ഞാനത് പറയുന്നത്, ഞാൻ ടോസ്റ്റ് മാസ്റ്ററായിട്ട് 6 മാസത്തെ ഫീസ് കൊടുത്തിട്ട് ഒന്നും കിട്ടിയില്ല. എങ്ങനെ കിട്ടണേ? അത് കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ബോധ്യം വേണം, എനിക്കിത് വേണം എന്നുള്ളത്. വേണ്ടേ? അല്ലെങ്കിൽ അപർണ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ദീപാജി പറഞ്ഞുകൊണ്ടോ ഒന്നും ഞാൻ നന്നാവണതായിട്ട് എനിക്ക് തോന്നില്ല. ഇങ്ങനെ സ്വന്തം അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വയം നന്നാവണമെന്ന് നമുക്ക് വേണ്ടേ ഒരു ബോധ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. താങ്ക് യു നാഗരാജ് സർ. ഒരു പുതിയ ക്ലബ്ബ് ചാർട്ടർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് എന്തൊക്കെ ഉറവിടങ്ങളാണ് വേണ്ടത്, എന്തൊക്കെയാണ് എല്ലാ ഘട്ടങ്ങൾ, എന്തൊക്കെ പിന്തുണയാണ് മറ്റുള്ള ടോസ്റ്റ് മാസ്റ്റർ നൽകുക എന്നതിനെ കുറിച്ചൊന്ന് ലഘുവായിട്ട് രാഘവൻ സാർ പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. വേറെ ചോദ്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള എനിക്ക് 3-4 പേരേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ബാക്കി എല്ലാവരും ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആയതുകൊണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള നിയമം പറയാം. ഒരു പുതിയ ക്ലബ്ബ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ അകത്ത് 20 അംഗങ്ങൾ വേണം. അതിൻ്റെ അകത്ത് 17 പഴയ ആൾക്കാരും 17 പുതിയ ആൾക്കാരും 3 വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരും അതിലാവാം. അല്ലെങ്കിൽ എല്ലാ 20 പുതിയ ആൾക്കാരും ആവാം. പിന്നെ ആ ക്ലബിനെ സഹായിക്കാൻ വേണ്ടി വേറെ 2 ക്ലബ്ബുകൾ, ഇപ്പോൾ ഉള്ള 2 ക്ലബ്ബുകൾ അവരെ സഹായിക്കാൻ മുൻപോട്ട് വരും. ആ ക്ലബിൽ നിന്ന് 2 മെൻറ്റർ, 2 സ്പോൺസർ എന്നുള്ള തസ്തികയിലുള്ള 4 ആൾക്കാരും നിങ്ങളുടെ ക്ലബിന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും, ഇപ്പോൾ നേരത്തെ നാഗരാജൻ പറഞ്ഞ പോലെ
അറ്റ്ലീസ്റ്റ് 2 വർഷത്തേക്കെങ്കിലും ഒപ്പം കൊണ്ട് നടക്കണം. ആ കുട്ടി ഒരു 2 വയസ്സ് പ്രായങ്ങളാവണ പോലെ, ക്ലബ്ബ് ആവണ പോലെ ഒപ്പം നടക്കുക. അപ്പോൾ ആ ക്ലബ്ബ് ആവും. പിന്നെ ഈ 2 ക്ലബിലത്തെയും അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മിനിമം ഒരു 40 ആൾക്കാർ നിങ്ങളുടെ പിന്നാലെ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ. എല്ലാ ഘട്ടത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർ ചോദിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ടതാണ്, എല്ലാ അംഗങ്ങൾക്കും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്റർ നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ശരിയാണോ അല്ല വല്ല മാറ്റങ്ങൾ വരുത്തണോ ഈ വക എല്ലാവിധ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കും ഒരു മെൻറ്റർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റോളാണ്. ആ മെൻറ്റർ മെൻറ്റി നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം, അപ്പോൾ അതിനുള്ള ഉത്തരം അവിടെ നിന്ന് വരും. അങ്ങനെ അത് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സിലുള്ളത്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ക്ലബ്ബ് വളരെ വളരെ ഭംഗിയായി നടക്കാൻ തുടങ്ങും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് വേണ്ടത് 20 അംഗങ്ങളെയാണ്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ആദ്യം ഒരു 10 പേരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മീറ്റിംഗ് കൂടാം. ആ മീറ്റിങ്ങിൽ കുറച്ചും കൂടെ അതിഥികളെ ക്ഷണിക്കുക. അതിഥികൾ താല്പര്യം കാണിക്കുമ്പോൾ അവർക്കും ഇതിൻ്റെ അകത്ത് ചേരണം തോന്നും. അത് നിങ്ങളുടെ കൂട്ടുകാരാവാം, നിങ്ങളുടെ വീട്ടുകാരാവാം, നിങ്ങൾക്ക് അറിയപ്പെടുന്ന നിങ്ങളുടെ ഓഫീസിലെ കലീഗ്സ് ആവാം, ആർക്ക് വേണമെങ്കിൽ ആവാം. പിന്നെ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബുകളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു നേരത്തെ, പലരും സൗദിയിൽ നിന്നും എല്ലായിടത്തും പറഞ്ഞു അവരൊക്കെ ക്ലബ്ബ് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മലയാളവും ഇംഗ്ലീഷും രണ്ടും അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സന്ദർഭം കിട്ടുന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനും അത് പഠിക്കാനും പറ്റും, മലയാളത്തിലുള്ള പ്രസംഗിക്കാനും അത് പഠിക്കാനും പറ്റും. അപ്പോൾ ഇത് വളരെ വളരെ പ്രയോജനപ്പെട്ട ഒരു പരിപാടിയാണ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബിനെക്കാട്ടിലും കൂടുതൽ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലഘുവായിട്ട് പറഞ്ഞാൽ. ബാക്ക് ടു യു അപർണ. തീർച്ചയായും. താങ്ക് യു സോ മച്ച് സർ. ഒരു ചോദ്യം കൂടി ഇപ്പം കണ്ടിട്ടുണ്ട്. സൈറ, ഇസ് ദർ എനി ചാൻസ് ടു ഗെറ്റ് ട്രെയിനിങ് ഇൻ മേക്കിംഗ് ഫ്ലയേഴ്സ്, സ്ലൈഡ്സ് ഇൻ പ്രസന്റേഷൻ എക്സെട്ര ഫ്രം ടോസ്റ്റ് മാസ്റ്റർ പ്ലാറ്റ്ഫോം? ദീപാജി, പബ്ലിക് റിലേഷൻ നിങ്ങളായിരിക്കും ബെസ്റ്റ് ആയിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റുക. നമ്മള് മലയാളം ലോക മലയാളം ക്ലബിന്റെ സംഘടനയുടെ പേരിൽ വേണമെങ്കിൽ നമുക്ക് നടത്താം. അല്ലെങ്കിൽ എല്ലാ ഏരിയയും എല്ലാ ക്ലബുകളും തന്നെ ഡിവിഷൻസ് ഡിസ്ട്രിക്ട് ചെയ്ത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് തരാം. എന്താണ് എന്നാണ് അടുത്ത ഈവന്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാം. ഇല്ല നമ്മൾ തന്നെ നടത്തണം, മലയാളത്തില് ലോക മലയാളത്തിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നടത്തണം എന്നുള്ളതാണെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത സെഷൻ അതിൽ ചെയ്യാം. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ ഇഷ്ടംമാതിരി ട്രെയിനേഴ്സ് ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ, മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട്. നിങ്ങൾ വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു 10 ആളെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നടത്താം. നന്ദി ദീപാജി, തീർച്ചയായും. അതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫ്ലയേഴ്സ് ഉണ്ടാക്കാനും നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്യാനും ഞാൻ കൂടുതലായിട്ട് പഠിച്ചത് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷമാണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ക്ലബ് ലീഡർഷിപ്പ് എടുത്തപ്പോൾ ഫ്ലയേഴ്സ് ഉണ്ടാക്കേണ്ട നെസസിറ്റി വന്നു. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അങ്ങനെയാണ് ഞാനത് പഠിച്ചെടുത്തത്. പാത്വേസിന്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. ന്യൂ പാത്വേ പ്രോജക്ട്സ് എല്ലാം മലയാളത്തിലുണ്ടോ? അത് കിട്ടുമോ? വിവരണ സമിതിയിൽ നാഗരാജൻ സാർ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, എല്ലാ പാത്തുകളും മലയാളത്തിലാക്കിയിട്ടില്ല, എൻ്റെ പരിഭാഷ ആക്കിയിട്ടില്ല. പരിഭാഷ ഒരുവിധം ഭംഗിയായിട്ട് 2-3 പാത്തോളം ഒരുവിധം വന്നപ്പോൾ എൻ്റെ ഓർമ്മയെന്ന് പറയാണ്, ആ സമയത്താണ് നമ്മുടെ പാത്തുകളുടെ എണ്ണത്തിൽ തന്നെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ചില വ്യതിയാനങ്ങളൊക്കെ വരുത്തി. അപ്പോൾ തൽക്കാലം തർജ്ജമയൊക്കെ ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഗംഭീരമായിട്ട് പോവുകയായിരുന്നു. അതിന് കാരണം ഏതൊക്കെ പാത്താണ് ഇനി ഭാവിയിൽ ഉണ്ടാവുക, ഏതൊക്കെയാണ് ഈ പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്ന് നമുക്കും വ്യക്തത കിട്ടുന്നില്ല, അവിടെ നിന്നും കൃത്യമായിട്ട് വ്യക്തത കിട്ടുന്നില്ല. അപ്പം ഇതിൻ്റെ ഉത്തരം, എല്ലാ പാത്വേസിൻ്റെയും മലയാള പരിഭാഷ ഇപ്പോൾ കിട്ടില്ല. ചിലതൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മേലാൻ സാറിൻ്റെ വഴി നമ്മുടെ വിവർത്തന സമിതിക്കാരുടെ കയ്യിൽ നിന്ന് നമ്മളത് കിട്ടും, വേണമെങ്കിൽ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ശരിയല്ലേ മേലാടൻ സാർ? ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണലിന്റെ സൈറ്റിൽ കുറെ പാത്വേകൾ ഇപ്പോൾ മലയാളത്തിലുണ്ട്. അത് ആർക്കും ഏതൊരു മെമ്പർക്കും പോയാൽ കിട്ടുന്നതാണ്. 2 ലെവല് എല്ലാ പ്രോജക്ട്സും ഉണ്ട്. കൂടുതലായിട്ടുള്ള വിവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അംഗീകാരം കിട്ടിയതിന് ശേഷം അത് ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണലിന്റെ സൈറ്റിലുണ്ടാവും. നന്ദി, വളരെയധികം നന്ദി നാഗരാജൻ സർ, ജോർജ് മേലാടൻ സർ. ഒരു ചോദ്യം. യെസ്, നൗഷാദ്. ഇത് നമ്മുടെ മലയാളം ഇന്റർനാഷണൽ മലയാളം സ്പീച്ച് കോൺടെസ്റ്റുകളുടെ കാലമാണ് ഇപ്പോൾ. ഖത്തറിൽ മത്സരച്ചൂടിന്റെ കാലമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിൽ മലയാളത്തിൽ നമ്മൾ ഒരു പ്രഭാഷണ കല നമ്മൾ ആസ്വദിക്കുന്നത്
അതിൻ്റെ വാക്ചാതുരി, ഭാഷയുടെ ഉപയോഗം, സുന്ദരമായ പ്രയോഗങ്ങൾ, മൊത്തത്തിൽ അതൊരു പിന്നെ ശ്രവണ സുന്ദരമായ വിഷയമായിട്ടാണ് നമ്മൾ പ്രസംഗങ്ങളെ കാണുന്നത്. പക്ഷേ ടോസ്റ്റ് മാസ്റ്റർ വേദികളിൽ പൊതുവെ പ്രസംഗങ്ങൾക്ക് കുറെ കൂടെ ഒരു സ്റ്റേജ് മുഴുവൻ സ്ഥലം നമ്മൾ ഉപയോഗിക്കുക, പരമാവധി ഒരു ആംഗ്യകലയും വോക്കൽ വെറൈറ്റി, ഒരുതരം മോണോ ആക്ടിങ്, അങ്ങനെ പല കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഇന്റർനാഷണൽ മലയാളം കോൺടെസ്റ്റിനും അതേ മാനദണ്ഡങ്ങളാണോ നമ്മൾ ഒരു പ്രൈസ് വിന്നറെ നിശ്ചയിക്കുക, അതോ അയാളുടെ ഭാഷാപരമായ അല്ലെങ്കിൽ പിന്നെ നല്ല പ്രയോഗങ്ങളും നല്ല ആശയം, ആശയഗംഭീരമായ ഒരു പ്രസംഗം? സാധാരണ ഇതിൽ നമ്മുടെയൊക്കെ ഇഷ്ട താരങ്ങളുടെ പ്രസംഗങ്ങൾ നമ്മൾ മണിക്കൂറുകളോളം കേട്ടുകൊണ്ടിരിക്കാറുണ്ട് മലയാളത്തിൽ, ഇടതടവില്ലാതെ. പക്ഷേ അവിടെയൊന്നും അത്തരം മറ്റ് ആംഗ്യങ്ങളോ പ്രയോഗങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ ടോസ്റ്റ് മാസ്റ്റർ ശൈലി ഇന്റർനാഷണൽ മലയാളത്തിനും അതേപോലെയാണോ മാനദണ്ഡമായി കണക്കാക്കുക എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത് മലയാളത്തിലേക്ക് വരുമ്പോൾ. നമ്മളുടെ മത്സരങ്ങൾക്ക് ജഡ്ജിങ് ഷീറ്റ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഫോളോ ചെയ്യുന്ന അതേ ഇതാണ്. 50% കണ്ടന്റിന്, ബാക്കിയുള്ള 30% ഡെലിവറി, അങ്ങനെ 10% ആ ഷീറ്റിൽ എഴുതിയിട്ടുള്ള 100 മാർക്സ് എങ്ങനെ സെഗ്മെന്റേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അപ്പോൾ അത് ഡിറ്റോ അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക ജഡ്ജിങ് വരുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കൂടെ ഞാൻ അതിൽ ചേർക്കട്ടെ, വിരോധം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. നമ്മൾ ആംഗ്യം കൂടുതലാണ് അങ്ങനെയുള്ള അതൊക്കെ പല പ്രാസംഗികര് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രാസംഗികര് പല തരത്തിലാണ് കാര്യങ്ങൾ പ്രസംഗിക്കാറ്. അപ്പൊ അത് ഇന്ന മാതിരി വേണം, കൂടുതൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല ശൈലികൾ ഉപയോഗിച്ചിട്ടുള്ള പ്രസംഗം കുറെ എണ്ണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ലേ? കുറച്ച് അംഗചലനങ്ങളും സ്റ്റേജ് യൂസേജ് ഒക്കെ വരുമ്പോൾ അതിനൊരു ഭംഗി കൂടുകയല്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തർക്കും ഓരോ ശൈലി, അതനുസരിച്ച് ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ മത്സരിക്കുമ്പോൾ ആ ജഡ്ജിങ് ഷീറ്റ് ഫോളോ ചെയ്തിട്ട് അത് കാലക്രമേണ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിൽ തന്നെ അതിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മത്സരത്തിന് അത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ജഡ്ജിങ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ജഡ്ജിങ് ക്രൈറ്റീരിയയിൽ പ്രോപ്പർട്ടി യൂസ് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പലരും പ്രോപ്പർട്ടി ഉൾപ്പെടെ ആയിട്ടാണ് വരുന്നത്. പ്രോപ്പർട്ടി ഉപയോഗിക്കണം. പ്രോപ്പർട്ടി അത് സ്പീച്ച് കണ്ടസ്റ്റ് റൂൾ ബുക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ല അറിയാം. ലിവിങ് ആനിമൽസ്, ലിവിങ് തിങ്സിനെ യൂസ് ചെയ്യരുത്, ബാക്കി എന്തും നമുക്ക് യൂസ് ചെയ്യാം. അത് കോണ്ടസ്റ്റേറിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നത്. ഒരു മറുപടി ആണെങ്കിൽ ഒരു വരി ഞാൻ കൂട്ടിച്ചേർക്കാം. ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ പ്രസംഗങ്ങൾ പെർഫോമൻസ് അഥവാ പ്രകടനം എന്ന ഒരു വിഭാഗത്തിലുള്ളതാണ്. അപ്പൊ അത് നമ്മളിപ്പോൾ സുകുമാർ അഴീക്കോട് സാറിന്റെ പ്രസംഗം നിന്നവയ്പില് പുള്ളി ഇത് വിട്ട്, പക്ഷെ ആ പ്രസംഗത്തിൽ പുള്ളിക്കും ശബ്ദത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, കയറ്റിറക്കങ്ങൾ വളരെ കൃത്യമായിട്ട് സദസ്സിനെ പഠിച്ചു പറയാനുള്ള കഴിവ് അതുണ്ട്. അത് നമ്മളും പതുക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത് മൊത്തത്തിലൊരു പ്രകടനത്തിന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നതായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ചാക്യാർകൂത്ത് സ്റ്റൈൽ ഏകദേശം. പ്രസംഗം എന്നുള്ളത് ലിമിറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നന്ദി. ഇത് നമുക്ക് വേറെ ദിവസം എടുക്കാം, ഒരു ഡിബേറ്റ് ആയിട്ട് എടുക്കാം. നന്ദി നൗഷാദ്, നന്ദി പാനലിസ്റ്റ്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമല്ലേ? ഒരു നല്ല കൈഡി കൊടുക്കാം എല്ലാ പാനലിസ്റ്റ്. വേറെ ചോദ്യങ്ങളൊന്നും കാണുന്നില്ല. ഓരോരുത്തരായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 58-59 പേരുണ്ടായിരുന്നു, ഇപ്പൊ 49 എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണെന്ന് മനസ്സിലാക്കി ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നമുക്കും പറഞ്ഞു തരിക. നമ്മളിവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതിന് മുകളിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരു ആർക്കും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ളതല്ല. അറിയുന്ന കാര്യങ്ങൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ അറിയുമെങ്കിൽ നമ്മളോടും കൂടെ പറയാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തീർച്ചയായും എല്ലാവരും കൺസ്ട്രക്റ്റീവ് വേ തന്നെയായിട്ട് എടുത്തിരിക്കണം. എല്ലാവരും ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ്, കുറച്ച് ഗസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. വളരെയധികം നന്ദി എല്ലാ പാനലിസ്റ്റിനും. ഒരു നല്ല കൈയടി. ഇത്രയും നല്ലൊരു ചർച്ച ഇത് നമുക്ക് മോഡറേറ്ററിനും നന്ദി, നമ്മളെ സൂം മാസ്റ്ററിന് നന്ദി, ഡിസ്ട്രിക്ട് ടോസ്റ്റ് മാസ്റ്റർ ഡോണ്, പിന്നെ ജോർജ് സാർ ഇതിന് പിന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ വന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നിട്ടുള്ള റസൂൽ സാർ മുതൽ പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി. അപ്പൊ എന്റെ കൺക്ലൂഡിംഗ് നോട്ട്സിലേക്ക് വരികയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത്രയും നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഒരു 58 പേരൊക്കെ മാക്സിമം ഉണ്ടായിരുന്നു. അത് മോഡറേറ്റ് ചെയ്യാൻ സാധിച്ചതിന് വളരെയധികം
സന്തോഷമുണ്ട്, നന്ദി അറിയിക്കുകയാണ് ലോക മലയാളം ടോസ്റ്റ് മാസ്റ്ററിനോട്, മലയാളം പ്രോപ്പറായിട്ട് അറിയാത്ത എന്നെ വിശ്വസിച്ച് ഈ ദൗത്യം ഏൽപ്പിച്ചതിന്. മറ്റും എല്ലാ അതിഥികളോടും ഇതിൽ ആക്റ്റീവായി പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഈ ചർച്ച കുറച്ചു പേർക്കെങ്കിലും ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കുറച്ചു പേരെ കൂടി ഒന്ന് ഓർക്കേണ്ടതുണ്ടെന്ന് നിങ്ങളിപ്പോ പറഞ്ഞ പോലെ ചർച്ച ചെയ്യാൻ എന്ന് കരുതുന്നു. ഈ ഒരു കരട് തന്നെ മുന്നോട്ട് വെച്ചത് നമ്മുടെ ലോക മലയാള അധ്യക്ഷൻ ജോർജ് സാറാണ്. പിന്നെ കട്ടക്ക് കൂടെ നിന്ന് നമ്മുടെ പാനലിസ്റ്റ് 1-2 യോഗങ്ങൾ കൂടി, പിന്നെ മറ്റ് നമ്മുടെ ലോക മലയാള കോർ ആൻഡ് എക്സ്കോം ലീഡേഴ്സ്, കോർ ഗ്രൂപ്പ് ആൻഡ് എക്സ്കോം ലീഡേഴ്സ്, വേൾഡ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഗ്രൂപ്പ്, ഖത്തർ മലയാളി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഗ്രൂപ്പ്, പിന്നെ ലോകമെമ്പാടുള്ള എല്ലാ സുഹൃത്തുക്കളും, എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോണ ഷോഗൻ ഫോർ സ്റ്റാർട്ടിങ്. ആൻഡ് റാഷിദ് സാറ് റാഷിദ് സാർ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇല്ല. സാർ വന്നിട്ടില്ല. വന്നിട്ടില്ല, ഇന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലയാളി ആണെങ്കിലും തമിഴ്നാട്ടിൽ പഠിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് നല്ല മലയാളം ഒട്ടും വശമില്ലായിരുന്നു. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ് എനിക്ക് മലയാളം പഠിപ്പിച്ചത്. അപ്പൊ എവിടെയായാലും അത് ഞാൻ അഭിമാനത്തോടെ പറയും. എൻ്റെ ആദ്യ ക്ലബ്ബായ ഖത്തർ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്, പിന്നെ ഞാൻ തന്നെ സ്വയം ചാർട്ടർ ചെയ്ത് വനിതകളെ എംപവർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് FCC വനിത, മറ്റും കൈരളി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്. എൻ്റെ ഈ മലയാള ഭാഷ സ്നേഹം അങ്ങനെ ഖത്തർ വിട്ട് കോവിഡ് കാലത്ത് USA-യിലും ആദ്യ മലയാള ക്ലബ്ബ് KCS ടോസ്റ്റ് മാസ്റ്റേഴ്സ്, മറ്റും 2ാം മലയാളം ക്ലബ്ബായ അക്ഷര ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബും ഒക്കെ തുടങ്ങി വെക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കൂടെ നിന്ന് KCS ഇന്ന് ബീന ജോയിൻ ചെയ്തിട്ടുണ്ട്. ബീന, ടോമി, അക്ഷരത്തിന്റെ സജീവ്, മറ്റും ആഷിയൊക്കെ ഈ ഒരു അവസരത്തിനെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ലോകമെമ്പാടും മലയാളം, നമ്മുടെ മാതൃഭാഷ തഴച്ചു വളരണം. നമ്മുടെ ലോക മലയാള കൂട്ടായ്മ പടർന്ന് പന്തലിക്കണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു ചെറിയ തോതിലെങ്കിലും ഇന്നത്തെ ഈ സെഷൻ ഉപയോഗമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. ലോകത്തിൽ എവിടെ മലയാളം ക്ലബ്ബ് തുടങ്ങിയെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങളെ ആരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ടീം എപ്പോഴും റെഡിയാണ്. നമുക്ക് ഡെമോ മീറ്റ് ഉണ്ടാക്കാം. ഒരുമിച്ച് നമുക്ക് മലയാളത്തെ വാനോളം വളർത്താം. എല്ലാവർക്കും നന്ദി. ഇനി ഒഫീഷ്യലി താങ്ക് യു സോ മച്ച്. ഇനി ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് DTM റഷീദ് സാഹിബിന്റെ ആബ്സെൻസിൽ DTM സഫയറിനെ ക്ഷണിക്കുകയാണ്. 2006 മുതൽ ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ അംഗമാണ് DTM സഫയർ. ആദ്യ അംബാസിഡർ ആണ്, ഡിവിഷണൽ ഡയറക്ടർ ആയിരുന്നു, കോൺഫറൻസ് ചെയർ ആയിരുന്നു, ഗ്രാവൽ ക്ലബ് കൗൺസിലർ ആയിരുന്നു. അങ്ങനെ പല പദവികൾ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജുബൈൽ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ സ്പോൺസറും ഫൗണ്ടറും എല്ലാം ആണ്. റോയൽ കമ്മീഷൻ ജുബൈൽ പ്രോജക്ട് മാനേജർ കൺസൾട്ടന്റായി ജോലി നോക്കുന്നു. ആലപ്പുഴ സ്വദേശിയായ ടോസ്റ്റ് മാസ്റ്റേഴ്സ് DTM സഫീർ മുഹമ്മദിനെ നിറഞ്ഞ കൈയോടുകൂടി ക്ഷണിക്കുന്നു വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് അംഗങ്ങളെ, സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ ജുബൈലിൽ നിന്നും നിങ്ങളുടെ സ്വന്തം സഫയർ. നന്ദി ടോസ്റ്റ് മാസ്റ്റർ അപർണ, സന്തോഷം. കാരണം കഴിഞ്ഞ വർഷം ലോക മലയാളം വാർഷികത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇന്നാണ് ഇങ്ങനെ ഒരു കൂടിച്ചേരല്. അതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ 2 ദിവസം മുമ്പ് ലോക മാതൃഭാഷാ ദിനം കടന്നു പോയതേ ഉള്ളൂ. ഭാഷ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്, സത്യമല്ലേ? ഇനി ലൂസിഫർ എന്ന സിനിമയിൽ ഏറ്റവും കയ്യടി നേടിയ രംഗം ഏതാണ്? അതില് മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ, മുണ്ട് മടക്കി കുത്താൻ അറിയാതെ ഞാൻ വന്ന് നിൽക്കുമെന്ന് ചോദിക്കുന്ന ഒരു രംഗം ഇന്നും ആ ഒരു റീലടയ്ക്ക് നമുക്കൊരു ഇത് വരും. സോ മലയാളിക്ക് ഭാഷ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ഭാഷ വികാരമാണ്, വിജ്ഞാനമാണ്. അപ്പൊ അതിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടോസ്റ്റ് മാസ്റ്റർ സംഘടനയിലെ നേതൃത്വപാഠവും അതോടൊപ്പം ആശയവിനിമയ കഴിവുകളൊക്കെ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് നമ്മൾ ഇന്ന് കണ്ടതും കേട്ടതും പങ്കെടുത്തതും. ഇത് സാധ്യമായത് ഏകദേശം 61ഓളം പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. ഓരോരുത്തരും ഇതിലേക്ക് എത്തിയതിനാണ്. ലോകത്തിന്റെ പല കോണിൽ നിന്നും എത്തിയ അതിഥികൾക്കും അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേക്ഷകനും വേദിയും തയ്യാറായപ്പോൾ അതിനെ അലങ്കരിക്കാൻ 3 മഹാരഥന്മാരെത്തി. അതായത് ടോസ്റ്റ് മാസ്റ്റർ എന്നുള്ള സംഘടനയ്ക്ക് വേണ്ടി അസൂയാവഹമായ സേവനം നൽകുന്ന 3 വ്യക്തികൾ. സത്യത്തിൽ ഞാൻ സമയപരിമിതിയായി പോലെ രഞ്ജി പണിക്കർ ലേലം എന്ന സിനിമയിൽ എഴുതിയ പോലെ ഒരു ഇൻട്രോ ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചാണ്, സമയം കിട്ടിയില്ല. അതൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് അയച്ചു തരുന്നതായിരിക്കും. എന്നാലും ഇതൊക്കെ കണ്ടാണെന്ന നിലയിൽ നമ്മളെ
അതായത് ആളുകൾ ഇതിലേക്ക് ആനയിക്കാൻ ഈ ഒരു ചർച്ചയ്ക്ക് സാധ്യമായി. നന്ദി എന്ന വാക്കിൽ ഇത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. എന്നാലും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങൾ സ്വീകരിക്കുക. നാഗരാജൻ സാർ, രാഘവൻ സാർ, പിന്നെ വൺ ആൻഡ് ദ ഓൺലി ദീപ മാഡം. ടോസ്റ്റ് മാസ്റ്ററിലെ ഈ 3 വൻ മരങ്ങൾ ഒരു വേദിയിൽ എത്തിച്ച് അവരുടെ അറിവുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, ഈ പരിപാടി പൂർണ്ണമായി നിയന്ത്രിക്കാൻ മറ്റൊരു വൻമരം വേണം. അത് മറ്റാരുമല്ല, ടോസ്റ്റ് മാസ്റ്റർ അപർണ മാഡത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങൾ. ഉപസംഹരിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു സ്നേഹാഭ്യർത്ഥന. ഇപ്പൊ 14 കഴിഞ്ഞു പോയതല്ലേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നൽകാവുന്ന ഒരു സ്നേഹ സമ്മാനമാണ് ടോസ്റ്റ് മാസ്റ്റർ അംഗത്വം. ഒരിക്കൽ ചേർന്നിട്ട് 6 മാസം കഴിയുമ്പോൾ അവർ ജീവിതത്തിൽ മൂളം ഓർത്തിരിക്കുന്ന ഒരു സ്നേഹ സമ്മാനം. ചിലരുടെ ചിലരുടെ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ അവരുടെ പ്രവർത്തന ശേഷം അവർ പോകാൻ നേരത്ത് നൽകുന്ന ചില വാക്കുകൾ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നു. കാരണം അവരെ കണ്ടെത്താൻ, അവരാരാണെന്ന് മനസ്സിലാക്കാൻ ഈ സംഘടനയ്ക്കാകും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ശക്തമായി മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശുഭരാത്രി. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സഫയർ. അഡ്ജേൺ ചെയ്തേക്കൂ ഇന്നത്തെ മീറ്റിംഗ്. അയ്യോ, ഓക്കെ, ഞാനാണോ അത്? ആ, അത് ആണോ? അപ്പോ അതെ. ഔദ്യോഗികമായി നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ താങ്ക് യു. റെക്കോർഡിംഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വളരെ